ഈ ആലമിന് ഒരു ഖാലിഖുണ്ട് എന്നത് ഭൂമിയിലുള്ള 90% ആളുകളും അംഗീകരിക്കുന്നതാണ്. ഈ ആലമിന്, പ്രപഞ്ചത്തിന് ഒരു സംവിധായകൻ ഉണ്ട് എന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരു വേള മതമില്ലാത്ത യേശുദാസിനെ പോലെ ഒരു പ്രത്യേക മതമില്ലാത്ത ആളുകൾ പോലും അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയല് ജഗദീശ്വരൻ എന്നാണ്. ഞാൻ ഹിന്ദു അല്ല, ഞാൻ മുസ്ലിം അല്ല, പക്ഷെ ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നു, അവൻ ജഗദീശ്വരനാണ് എന്നാണ് യേശുദാസ് പറയാറുള്ളത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ല. അപ്പോ ഈ പ്രപഞ്ചത്തിനൊരു സംവിധായകനുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അത് അഹദായ അള്ളാഹു ആണ് എന്ന് പറയാൻ 90% ഭാഗ്യമില്ല, 9% ഭാഗ്യമുള്ളൂ. അതിൽ നമ്മൾ പെട്ട് കിട്ടിയാൽ അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകമായിട്ട് ഊന്നി പറയുന്നത്, സൂറത്തുൽ ഇഖ്ലാസ് ഫോക്കസ് ചെയ്യുന്ന എന്താ വെച്ചാല് പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നതല്ല. ശ്രദ്ധിക്കണേ, അല്ല, പിന്നെ ഉള്ള സൃഷ്ടാവ് അഹദാണ് എന്നതാണ് സൂറത്തുൽ ഇഖ്ലാസിലെ പ്രമേയം. വിശുദ്ധ ഖുർആൻ മൊത്തം പരിശോധിച്ചാൽ അല്ലാഹ് ഉണ്ട് എന്നതിന്റെ തെളിവ് കൂടുതൽ കാണാൻ കഴിയില്ല. ഇല്ല, അല്ലാഹ് ഉണ്ട് എന്നുള്ളതിന് തെളിവ് കൂടുതൽ കാണാൻ കഴിയില്ല. പിന്നെ അള്ളാന്റെ കഴിവുകൾക്ക് തെളിവ് കാണാൻ കഴിയുള്ളൂ. അത് അല്ലാഹ് ഉണ്ട് എന്നുള്ളതിന് തെളിവാക്കാന്ന് മാത്രം. കാരണം എന്തുകൊണ്ട്? അല്ലാഹ് ഉണ്ട്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നത് ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് നിഷ്പ്രയാസം ബോധ്യപ്പെട്ട സത്യമാണ്. അതില്ല എന്ന് പറയുന്ന ആളുകളെ യുക്തിവാദികൾ എന്ന് പറഞ്ഞാലും അവർ ഭ്രാന്തൻവാദികളാണ്. അവർക്ക് യുക്തിയില്ല. സത്യത്തിൽ യുക്തിവാദികൾ മുസ്ലിമീങ്ങളാണ്. യുക്തിവാദികൾ മുസ്ലിമീങ്ങളാണ്, മറ്റുള്ളവർ ഭ്രാന്തൻവാദികളാണ്. അവർക്ക് ബുദ്ധിയില്ല. എന്തുകൊണ്ട്? ഈ മനോഹരമായ പ്രപഞ്ചം കണ്ടുകൊണ്ട് ഇത് സ്വയം ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ അവന് ബുദ്ധിയില്ല എന്ന് പറയേണ്ടതുണ്ടോ? ബുദ്ധിയില്ല എന്നുള്ളത് ശരിയല്ലേ? ആലമുൽ അർവായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചത് എന്താ? അല്ലാഹ് ഉണ്ടോന്നല്ല, ഞാൻ റബ്ബല്ലേന്നാ. അലസ്തു, ഞാനല്ലേ, ബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് എന്നാ. അല്ലാഹ് ഉണ്ട് എന്നുള്ളതിന് തെളിവല്ല പറഞ്ഞത്. അത് തെളിവ് പറയേണ്ട കാര്യമില്ല. അത് തെളിവ് പറയേണ്ട കാര്യമില്ല. എന്തിന് തെളിവ് പറയും? ഞാൻ റബ്ബല്ലേ എന്നാണ് ചോദിച്ചത്. ഖുർആനിൽ അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവല്ല, അള്ളാഹുവിന്റെ കഴിവുകൾക്കാണ് തെളിവുള്ളത്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് ക്ഷണിക്കുന്നത് വിജയത്തിന്റെ അസ്തിത്വ മുദ്രാവാക്യ പ്രഖ്യാപനമാണ്. അത് മുത്തുനബിയുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. കുൽ എന്ന 2 അക്ഷരം കൊണ്ട്. കുൽ, തങ്ങൾ പറയുക. ഹുവ, കാര്യം. ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അല്ലാഹു അഹദ് എന്നതാണ്, വേറൊന്നുമല്ല. വളരെ ശ്രദ്ധിക്കണേ. ഈ ലോകത്തെ സുപ്രധാനമായ കാര്യം അല്ലാഹു അഹദ് എന്നാണെന്ന് തങ്ങൾ പ്രഖ്യാപിക്കുക നബിയേ. തൗഹീദിന്റെ മുഅല്ലിമുൽ ആലമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 അക്ഷരം കൊണ്ട് സർവശക്തൻ ഏൽപ്പിക്കുകയാണ്. അത് തങ്ങൾ പറയും അല്ലാഹു അഹദ്. ഇവിടെ കാര്യം അല്ലാഹു അഹദ് എന്നതാണ്. ലം യലിദ്, അവൻ വാപ്പയല്ല. വലം യൂലദ്, അവൻ മകനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതുവരെ പറഞ്ഞതിനൊക്കെ കൂടി രത്നച്ചുരുക്കാണ് ഇനി പറയുന്നത്. അഹദായ ഒരാള്, വാപ്പല്ലാത്ത, മകനല്ലാത്ത, സമതായ ഒരാള്, പിന്നെ അവനെ പോലത്തെ ഒരാളുണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? അതാ ഇനി പറയുന്നത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോ കുഫുള്ളതിനെ തെരഞ്ഞെടുക്കലുണ്ട് അല്ലേ? നമുക്ക് ഒരാളെ കുറിച്ചും പറയാൻ പറ്റൂല. കുറച്ചും കൂടി അയാൾ ഉഷാറായ അള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പ കാഫറായി. നമ്മളൊരാളെ കുറിച്ചും പറയാൻ പറ്റൂല. ഇവിടെ മനുഷ്യന്മാരെ ജീവിപ്പിച്ച നല്ലോരുണ്ട്, ബടക്കെട്ടോരുണ്ട്. ഔലിയാക്കളെ കൂട്ടത്തില്, അമ്പിയാക്കളെ കൂട്ടത്തില് മരിച്ചു പോയാൽ ജീവിച്ചവരുണ്ട്. ഇനി ദജ്ജാലും ആ പണി ചെയ്യും. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അവരൊക്കെ കുറച്ചും കൂടിയാണ് ഉഷാറായാൽ ഏകദേശം ഒരു പടച്ചവനായിരുന്നു എന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. ഇവരൊക്കെ ഇത് ചെയ്യുന്നത് അള്ളാഹു അവർ കൊടുത്ത സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടാ. എന്തുകൊണ്ട്? ഒരു ശക്തിയോ ഒരു വ്യക്തിയോ ഒരൽപ്പം പോലും ദാത്തിലോ സിഫത്തിലോ ഫിഇലിലോ അല്ലാഹനെ പോലെ ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരാളും, അത് വ്യക്തിയാവട്ടെ, ശക്തിയാവട്ടെ, ഒറ്റയാനാവട്ടെ,
ഒരു സമൂഹമാട്ടെ ഒരാളും ഒരു വിഷയത്തിലും അള്ളാഹിനെ പോലെ ഒരംശം പോലും ഇല്ല. അള്ളാഹു ദാത്തിലും സിഫത്തിലും ഫെയിലിലും ഏകനാണ്. ചിന്തിക്കണം. ഈ ആയത്ത് ഇറങ്ങാനുള്ള സബബുൻ നുസൂലിന്റെ ചർച്ചയിൽ വലിയ രസങ്ങളൊക്കെ ഉണ്ട്. ആമിർ അർബദ് എന്ന് പറയുന്ന 2 ശത്രുക്കൾ ഉണ്ടായിരുന്നു. ആമിർ സുന്ദരനാണ്, അന്ധനാണ്. സുന്ദരനുമാണ്, അന്ധനാണ്, കണ്ണ് കാണൂല. പക്ഷെ ഇവർക്ക് കൂടി എങ്ങനെയെങ്കിലും റസൂലുള്ളാഹിനെ ഒന്ന് കൊല്ലണം. അപ്പൊ ഈ കണ്ണ് കാണാത്ത ആളും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എപ്പോഴും സയാത്രികനായി ഉണ്ടാകുന്ന അർബുദം കൂടി തീരുമാനമെടുത്തു. എന്ത്? നമ്മൾ കൂടി മുഹമ്മദിനോട് സംശയം ചോദിക്കാൻ വേണ്ടി പോവാ. ഞാൻ കണ്ണൊട്ടനായതുകൊണ്ട് എന്നെ പ്രത്യേകം പരിഗണിക്കും, സദസ്സിൽ എനിക്ക് ഇടം തരും. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കണ്ണ് കാണാത്ത ആളല്ല, അപ്പൊ മുഹമ്മദിനോട് ശരീരം ചേർന്ന് ഞാൻ ചോദിക്കും, ആരൊന്നും ചെയ്യില്ല, ഞാൻ കണ്ണൊട്ടനല്ലേ. അപ്പൊ ഈ പിന്നിൽ നിന്നിട്ട് നേരത്തെ നീ സൂക്ഷിച്ചു വെച്ച മടിയിൽ പൂഴ്ത്തി വെച്ച കൂർത്ത മൂർച്ചയുള്ള കഠാര പുറത്തേക്ക് എടുത്തിട്ട് പിന്നിക്കൂടി നിന്നിട്ട് ഒരൊറ്റ കുത്താണ്ട് കുത്തിയാൽ മതി, ബാക്കി ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞു. നോക്കണം, അതൊക്കെ നടന്ന സമയത്താണ് ഇഖ്ലാസ് ഇറങ്ങുന്നത്. നീ പിറകിലൂടെ നിന്നിട്ട് ഒരൊറ്റ കുത്താണ്ട് കുത്തിയാൽ മതി, ബാക്കി ഞാൻ ആയിക്കോളാം. ചിന്തിക്കണേ. ഇവിടെ നിന്ന് പലതും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അള്ളാന്റെ സംരക്ഷണം ഉണ്ടായാൽ ഒരു കരിമ്പുലി വേണ്ട, ഒരു പട്ടാളം വേണ്ട, ഒരു പോലീസുകാരൻ വേണ്ട, ഒരു അനുയായികളും വേണ്ട. വല്ലാഹു യാസിമുക മിനന്നാസ്. ഇതാണ് മുസ്ലിമീങ്ങളെ നമുക്കും വേണ്ടത്. ഭൗതികമായ മാധ്യമങ്ങളോ ഭൗതികമായ എന്തെങ്കിലും സാമഗ്രികളോ ഭൗതികമായ അത്ഭുതങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ കുമിളകളാണ്. സർവശക്തനായ അല്ലാഹു ഒരുക്കുന്ന സെക്യൂരിറ്റി അല്ലാതെ സ്ഥായിയായ ശാശ്വതമായ സുരക്ഷിതത്വോ നമുക്ക് ലഭിക്കാൻ മാർഗമില്ല. അല്ലാഹു അത് നമുക്ക് നൽകട്ടെ. അർബദും ആമിറും തീരുമാനിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ. ആമിർ പറഞ്ഞു, അർബദേ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലൂടെ വന്നുകൊണ്ട് നീ കുത്തിയാൽ മതി, മറിഞ്ഞു വീണാൽ പിന്നെ ഞാനായിക്കൊള്ളാം. അങ്ങനെ ആമിറും അർബദും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നപ്പോൾ സഹാബത്ത് ചുറ്റുഭാഗം കൂടിയിട്ടുണ്ട്. സഹാബാക്കൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബി ആമിറും അർബദും വന്നിട്ടുണ്ട് പറഞ്ഞു. എല്ലാവർക്കും അറിയാം ഇത് റസൂലുള്ളാഹിന്റെ എതിരാളികളാണ്, ഹബീബ നബിയുടെ എതിരാളികളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തടുക്കണ്ട, അവരോട് വരാൻ വേണ്ടി പറയും, അള്ളാഹുവിന്റെ ഖളാ പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ ആമിർ അന്ധനാണ്, നല്ല ഭംഗിയുള്ള വെളുവെളുത്ത തുടിച്ച ശരീരം, വടിവത്ത ശരീരമാണ്, ഭംഗിയുടെ നിറകുടമാണ്. പക്ഷെ അന്ധനാ. ഇയാളുടെ ഭംഗി കൊണ്ട് ചരിത്രം പറയുന്ന പലപ്പോഴും ആളുകള് ശാസ്ത്രമൊക്കെ നീറ്റ് കൊടുക്കുന്ന. ആമിർ വന്നപ്പോ ഇതുപോലെ കുറെ ആളുകൾ ആളുകൾ നീങ്ങി കൊടുത്തു. റസൂലുള്ളാഹിനെ നേരെ കണ്ടുവന്നു. അർബദ് കുറച്ച് ബാക്കിൽ നിന്നു. ആമിറിന് കണ്ണ് കാണാത്ത ആളായതുകൊണ്ട് റസൂലുള്ള പ്രത്യേകം പരിഗണിച്ചു. ആമിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞാൻ മുസ്ലിം ആവുകയാണെങ്കിൽ എനിക്ക് അധികാരം ഉണ്ടാവുമെന്ന് വെച്ചു. ഇതാണ് പല ആൾക്കാരൊന്നും ഇസ്ലാമിലേക്ക് വരാതിരിക്കാനുള്ള കാരണം, അധികാരമോഹികളായതാണ്. ഞാൻ മുസ്ലിം ആവുകയാണെങ്കിൽ അധികാരം ഉണ്ടാവുമെന്ന് വെച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധികാരം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ ആമിറേ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അധികാരം ഓഹരി ചെയ്യുന്ന പ്രത്യയശാസ്ത്രമല്ല, അത് റബ്ബിലേക്കുള്ള പ്രത്യയശാസ്ത്രമാണ്, അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. അധികാരം അല്ലാഹുവിന് മാത്രമാണ്, പിന്നീട് അവൻ നൽകുന്ന ആളുകൾക്കുമാണ്. അല്ലാതെ ഞാൻ അധികാരം ഓഹരി ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് അധികാരത്തിന്റെ പരിപാടിയല്ല. അപ്പൊ ഇയാളൊന്നും കൂടി പ്രസ് ചെയ്ത്, അങ്ങനെ പറയില്ല മുഹമ്മദ്, ഞാൻ ഇപ്പൊ മുസ്ലിം ആയിക്കോളാം, ഇന്ന് എന്ത് ചെയ്യണം, നഗരങ്ങളുടെ അധികാരി നീയും നഗരങ്ങളുടെ അധികാരി ഞാനും പട്ടണത്തിന്റെ മേധാവി നീയും അയക്കോ, അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിം ആയിക്കോളാന്ന്.
അപ്പോഴും ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ നഗരം പട്ടണം എന്നുള്ള കണക്കൊന്നുമില്ല, എല്ലാത്തിന്റെയും അധികാരം അള്ളാഹുവാണ്, പിന്നെ അവന് കൊടുത്തവർക്കുണ്ടാവുന്ന. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങള് മരിച്ചാൽ, ആളെ ഭാഷ കേട്ടോ, നിങ്ങൾ വഫാത്തായാൽ, എനിക്ക് മരിച്ചാലെന്ന് പറയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ വഫാത്തായാലും, അയാളെ ഭാഷയാണ്, നിങ്ങൾ വഫാത്തായാൽ പിന്നുള്ള അധികാരം എനിക്ക് തരുമെന്ന് വെച്ചു. അപ്പൊ ഇയാൾ ഈ അധികാരത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങാണ്. അതിന് പറഞ്ഞു, അധികാരമായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട, ഇത് വേറെ സംഗതിയാണ്, അധികാരം വിടില്ല. അപ്പൊ ഇയാള് മറ്റാളെങ്ങനെ ഇഷാർത്താക്കുന്നുണ്ട്, മറ്റാള് ബാക്കിലുണ്ട്. എന്തിനാ ഇഷാർത്താക്കണേ? നിങ്ങള് മറന്നോ? നേരത്തെ പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? നിങ്ങള് മറന്നോ? കൊല്ലാൻ വേണ്ടിട്ട് ഞാൻ കൈകൊണ്ട് ആക്ഷൻ ചെയ്യുമ്പോ ഉടനെ വന്നിട്ട് ബാക്കിൽ നിന്ന് കുത്തണം എന്ന് പറയുകയാണ്. ഇപ്പൊ ചങ്ങായി വരഞ്ഞ കാണല്ല, അപ്പൊ ഇങ്ങനെ ഇഷാർത്താക്കാണ്, ഓണീക്കണാണല്ല. അപ്പൊ ആമിർ പറഞ്ഞു, എന്നാ പിന്നെ മുഹമ്മദേ, നിനക്ക് ഇത്ര വലിയ അധികാരമുള്ള ഒരു പടച്ചോൻ ഉണ്ടെങ്കിൽ ആ പടച്ചോൻ എന്താ സാധനം? സിമന്റ് കൊണ്ട് ഉണ്ടാക്കിയതാണോ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണോ, പിത്തളോണ്ട് ഉണ്ടാക്കിയതാണോ, ചെമ്പോണ്ട് ഉണ്ടാക്കിയതാണോ, കനകം കൊണ്ട് ഉണ്ടാക്കിയതാണോ, മാണിക്യം കൊണ്ട് ഉണ്ടാക്കിയതാണോ, വെള്ളി കൊണ്ട് ഉണ്ടാക്കിയതാണോ? ഇങ്ങനത്തെ ഉണ്ടാക്കിയ പടച്ചോന്മാരെല്ലാം അവർക്ക് പരിചയമുള്ളൂ. അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്, ഏതാ സാധനം? ഇത് മാണിക്യമാണോ, തങ്കമാണോ, കനകമാണോ, വെള്ളിയാണോ, ചെമ്പാണോ, പിച്ചളയാണോ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉഷാറ് കുറച്ച് കൂടി അല്ല ഒന്ന് പിന്നെ എക്കോ കുറച്ചാൽ സാധാരണ കുറഞ്ഞു എന്നാ പറയലേ, കൂടിക്കണ കുഴപ്പമില്ല, അത് പറയേണ്ടി ഒന്നല്ലോ. ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ആമിർ ഇങ്ങനെ ബാക്കിൽ നിന്നാക്കി ഇങ്ങനെ എന്താടാ ഹംക്കണീക്കാത്തത് എന്ന്, കാരണം ഇങ്ങോട്ട് വരുന്നില്ല. ആ മറ്റോന് പ്രശ്നം എന്താ പറയാ, മറ്റോന് ഉറയുന്ന വാള് ഉരിട്ട് കിട്ടുന്നില്ല, ഓന് ഊരാ നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. വാളൊന്നും ഇങ്ങോട്ട് പോന്ന്, പിന്നെ കിട്ടുന്നില്ല. പിന്നെ ആരൊക്കെ വന്നിട്ട് പാരഡിക്ക് തട്ടും പോലെ പിന്നെ ആ ബേറയിൽ നിൽക്കുക. ഇതൊക്കെ ബാക്കത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സ്വല്ലി ഇത് സലാത്തിന് വേണ്ടി തേടിയ ആയത്ത് ഇറങ്ങിയ മാസമാണ്. ഉറക്കെ ചൊല്ലിക്കോളി, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. 60 അവന്റെ ഉറയിൽ നിന്ന് വാളൂരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കയ്യിലൊതുങ്ങുന്നില്ല, കിട്ടുന്നില്ല. 60ന്റെ കൈക്ക് വാള് വഴങ്ങുന്നില്ല. കാരണം വാളിനറിയാം ഇതാരാണെന്ന്. റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ വാളും തേങ്ങയും മാങ്ങയൊക്കെ അതിൻ്റെതായ ആളുകളുടെ മുമ്പിൽ ആ കളിയൊക്കെ കളിക്കും. അതാണ് ഹാജാതങ്ങളെ അജയ്ബാല് മേലേക്കാണ്ട് പാറി ഹാജനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അജയ്ബാലിന്റെ നിർന്നലേക്ക് പറ്റിച്ച് ഒരു മേട്ടാണ്ട് കൊടുത്താളെ അറ്റ റോക്കറ്റ് പോണാര്യ മകടി മേൽക്കുക. നിങ്ങൾ ചെരുപ്പൊന്ന് ഊരിയിട്ട് മേപ്പിട്ടിട്ടോക്കാണി നിർന്നലേക്ക് ഇങ്ങോട്ട് വന്ന് നോക്കും, വേറൊന്നും ഉണ്ടാവില്ല. പക്ഷെ മകടിക്കറിയാം ഇത് വിട്ടാള് വേറെ അപ്പൊ അവിടെ പോയിട്ട് കൊടുക്കന്നെ വേണം. അതിൻ്റെതായ ആളുകൾ അതിന്റെ കളി കളിച്ചാൽ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. ഈ തങ്ങളെ പോലത്തെ ആളുകൾക്കൊക്കെ അതിന്റെ ചില മഹാന്മാരായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എനിക്കതിട്ടൊന്നും ബന്ധമില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു ഓട്ട് കണ്ടി ഇങ്ങനെ കറങ്ങനെ കണ്ടിട്ടുണ്ട് വെറുതെ. ഒരാള് പറഞ്ഞതാണ്, മൊയ്തീൻ ഷെയ്ഖിന്റെ ബർക്കത്തുകൊണ്ട് ഇന്ന ആളാണ് ആ മേശയിൽ നിന്ന് 5000 രൂപ കട്ടതെങ്കിൽ, ഒരു 20 കൊല്ലം ഞാൻ കണ്ടാട്ടോ, അങ്ങനെ കള്ളനെ പിടിക്കും ചെയ്ത്. മേശയിൽ നിന്നുള്ള 5000 രൂപ കട്ടെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിന്റെ ബർക്കത്തുകൊണ്ട് ഈ കിണ്ടി കറങ്ങണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞാള് മരിച്ചുപോയി. അപ്പൊ കിണ്ടിയാണ്ട് കറങ്ങി, ആ കറങ്ങിയത് വെച്ചിട്ടാ പിന്നെ കള്ളനെ പിടിച്ചു. അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആളുകൾ ഇടപെട്ടാൽ അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും. വാളിനറിയാം ആരാണ് മുഹമ്മദ് മുസ്തഫ.
വാളിനറിയാം ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് വാളിനറിയാം. വാള് വഴങ്ങിയില്ല. അപ്പൊ എന്തായി? ഇവര് രണ്ടാളാകാണ്ട് എരപ്പായി സാധിച്ചത്. കാരണം പ്ലാനൊക്കെ പൊളിഞ്ഞ് ഇവന്റെ വാളും കണ്ട് കെട്ടണില്ല. ഇവനാകെ കണ്ട് ബെറലി പിടിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നോ സാസിന്ന് രണ്ടാൾ നീച്ചിട്ട് ഒരൊറ്റ ഓട്ട 60 ആമറിന്റെ കൈ പിടിച്ചിട്ട് വലിച്ചാണ്ട് ഓടി. കാരണം കണ്ണ് കാണാത്ത മനുഷ്യനല്ലേ. ഓടുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, മേലാൽ അവരെ ഷെറ് ഉണ്ടായതിനെ തൊട്ട് എന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു പടച്ചോനെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി കേട്ടോളൂ. 60 നേരെ ഓടിപ്പോയി. പക്ഷേ ആകാശ ലോകത്ത് നിന്ന് ഒരു തീജ്വാല വന്നുകൊണ്ട് 60 അങ്ങ് കരിക്കുകയാണ്. ചിലരേറ്റ് കളിച്ചാലേ ചിലത് അപ്പുണ്ടാവും, ചിലത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. മലപ്പുറം ജില്ലയിൽ ഇന്നും പാതിരാവിൽ ഉറങ്ങാതെ ഒരു ചെറുപ്പക്കാരൻ വേദന കഠിനമായി പൊട്ടിക്കരയുന്നത് ഞാൻ ഏരിയ പറഞ്ഞാൽ നിങ്ങൾ ആ ഏരിയക്ക് പോയാൽ ചിലപ്പോൾ നോക്കും ശബ്ദം കേൾക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയും കാരണം എന്താണെന്നറിയാം. ഓൻ കല്യാണം കഴിച്ചപ്പോ ഭാര്യ അവനോട് പറഞ്ഞു, എനിക്ക് കൊലായ്മ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കസേര കൊടുന്നായിരുന്നു, അതിലിങ്ങനെ ആടിയിട്ടിരിക്കാൻ പറ്റണം എന്നായിരുന്നു. കല്യാണം കഴിച്ചാൽ 1.5 മാസം ഓൾ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുമല്ലോ. അപ്പൊ ആ 1.5 മാസത്തിനടിയിലാന്ന് പറഞ്ഞത്. ഇവൻ ഓളാ പറഞ്ഞ അതേ സൈസ് കസേര കൊടുത്തിട്ട് ഒരു ദിവസം ഓളിങ്ങനെ ആടിയിട്ട് പുസ്തകം വായിച്ചു. അവന്റെ ഉമ്മാക്ക് തീരെ സഹിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ഉമ്മ എപ്പോഴും അതിലിരുന്ന് ആടാൻ തുടങ്ങി. ഇവൾക്ക് കൊടുക്കൂല. തള്ളക്ക് വായിക്കാൻ അറിയില്ല, എന്നാലും എന്തെങ്കിലും പുസ്തകം എടുത്തിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ആടും. ഇത് ഇവൾക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പൊ അവൾ ഇന്ന് രാത്രിയിൽ തലേണ മന്ത്രം ഇങ്ങനെ കയറ്റി കൊടുക്കും. നിങ്ങളമ്മ ഉണ്ടില്ലേ, വായിക്കാനും അറിയില്ല പറയാനും അറിയില്ല, എന്നാൽ എന്നോടുള്ള അസൂയ കൊണ്ട് കസേര ആടുന്നുണ്ടില്ല നിങ്ങൾ. അപ്പൊ ഇവൻ പറഞ്ഞു, ഉമ്മല്ല ആടിക്കോട്ടെ, പ്രായമുള്ള സമയല്ലേ, ആടിയാണ്ട് വീണോളും എന്നൊക്കെ പറഞ്ഞു നോക്കി. ഇവൻ അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും പക്ഷെ തള്ള നീച്ചു കൊടുക്കൂല, തള്ളയിരുന്ന ആടി തന്നെ. ഒരു ദിവസം ഇവന് പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ പുസ്തകം വിളിച്ചിട്ട് ആടിന് കണ്ടു. അപ്പൊ ഇവനാണ്ട് ദേഷ്യാണ്ട് തലക്കടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു? തള്ളേ, ഇത് ചെറുപ്പക്കാരത്തികൾ ഇരിക്കണ കസേരയാണ്, ഓൾക്ക് വേണ്ടി കൊടുന്നു കൊടുത്ത, നിങ്ങൾ ഏത് സമയത്ത് ഈ പല്ലുവായ തൊള്ളോണ്ട് ഇരുന്ന് അടിച്ചിട്ട് ഇവൻ ആ പാൻറ്റിട്ട കാലുകൊണ്ട് ഉമ്മാന്റെ പള്ള കോററ്റ ചവിട്ടി. മലപ്പുറത്തുനിന്ന് 10 കിലോമീറ്റർ പോയാൽ എത്തുന്ന സ്ഥലത്ത് ഇന്നും ആ ചെറുപ്പക്കാരൻ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ കഠിന വേദന കൊണ്ട് കരയുന്ന ശബ്ദങ്ങൾക്ക് ആ മാലിൽ പോയ തല ഞാൻ പറയാം. കാരണം ഇത് ലൈവായിട്ട് പോകേണ്ട പ്രസംഗം. അതുകൊണ്ട് ആളെ പേരും സ്ഥലം പറയേണ്ട പ്രസംഗം നിർത്തിക്കണം. അതുകൊണ്ടാണ് ഈ ഉമ്മ പറഞ്ഞു, മോനെ എന്റെ കാലിന് മെന കൂടിയില്ലടാ, എടാ അജി ചവിട്ടി പള്ളയിലാടാ, 25 കൊല്ലം മുമ്പ് 10 മാസം അജി കിടന്നത്. അത് മതി, അവന്റെ ജീവിതം ഒടിഞ്ഞു പോയി. ചിലവര് തൊള്ളോണ്ട് പറയും, ചിലവര് കൽബിൽ വെക്കും. രണ്ടും കണക്കന്നെ. 25 കൊല്ലം മുമ്പടാ 10 മാസം നീ അന്നം കഴിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നിരുന്നത്, ഈ ഇപ്പൊ ചവിട്ടിയിട്ട് എന്നെ ഉപദ്രവിച്ച എന്റെ ശരീരത്തിന്റെ പള്ളുണ്ടല്ലോ, ഈ പള്ളയിലാ കുട്ടിയെ 25 കൊല്ലം മുമ്പ് ഈ കിടന്നിരുന്നത്. ഈ കിടന്ന സ്ഥലത്ത് തന്നെയാടാ ഈ ചവിട്ടിയത്, ഈ ഇപ്പൊ ചവിട്ടാൻ മാത്രം ആയില്ലടാ എന്നും ഒരൊറ്റ വാക്കാണ്ട് പറഞ്ഞു. ഇവന് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് നഖം വെട്ടണ സമയത്ത്, അള്ളാഹ്ക്കത് മതി, എന്തെങ്കിലും നഖം വെട്ടണ സമയത്ത് കാലിന്റെ നഖത്തിന് കട്ടർ കുറച്ചങ്ങോട്ട് കേറിയപ്പോ വെട്ടേണ്ട ഭാഗമല്ലാത്ത എക്സ്ട്രീം കൂടി വെട്ടിയെടുത്തിട്ട് അവിടുന്ന് ചോര പൊടിഞ്ഞ് ആ വിരലൊന്നായിട്ടാണ്ട് പഴുത്തു. ഡോക്ടർ പറഞ്ഞ് അവിടെ കട്ട് ചെയ്യണം. ആ വിരല് കട്ട് ചെയ്തപ്പോ പൊറാടിമൊക്കെ കണ്ട് കേറി പഴുപ്പ്. ഡോക്ടർ ഞെരിയാണിന്റെ അവിടെ മുറിക്കണം എന്ന് പറഞ്ഞു. നെരിയാണിന്റെ അവിടെ മുറിച്ചപ്പോ മേൽക്ക് കണ്ട് കേറി പഴുപ്പ്. അത് മെഡിസിൻ കൊണ്ട് തീരൂല, ഗുരുത്തക്കേട് മെഡിസിൻ കൊണ്ട് തീരൂല. ഇല്ലല്ല, ആ സർജറിയോടൊന്നും തീരൂല. ഗുരുത്തക്കേട് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ഇനി ആശുപത്രിയിൽ കുറെ പോയി കിടന്നാൽ ഡോക്ടർമാർക്ക് ഇങ്ങനെ പര വൽപ്പം കൂട്ടാന്നല്ലാതെ പിന്നെ നിങ്ങൾക്കാണ് മരിച്ചു പോകാന്നല്ലാതെ ഗുരുത്തക്കേടിന്റെ സൈഡ് എഫക്ട് നീങ്ങി പോവില്ല. കാലിന്റെ ഞെരിയാണിന്റെ അവിടുന്ന് തണ്ടൻകാൽമക്കാണ് കയറിയിട്ട് മുട്ട് വരായി. ഡോക്ടറിന് മുട്ടുമുറി. ഇപ്പൊ അവന് കാലിന്റെ തൊടന്റെ അവിടെ വരെ മുറിച്ചിട്ട് അവിടെ വേദന സഹിക്കാൻ കഴിയാത്ത ഉമ്മാന്ന് വിളിച്ച് കരഞ്ഞിട്ട് അയൽവാസികൾക്കും കൂടി സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്കണേ, ചിലതങ്ങനെയുണ്ട്.
അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്ന അർബദത ആകാശഗംഗയിൽ നിന്ന് തീജ്വാല ഇറങ്ങിയിട്ട് തലകരിഞ്ഞുകൊണ്ട് വെണ്ണീറായി ചത്തുപോകുന്നു. മഹാനായ ശംസുല്ലമയാകുന്ന അള്ളാന്റെ വലിയായ മഹാമനീഷിയുടെ മുഖത്ത് നോക്കി ഒരിക്കൽ ധനാഢ്യനായ ഒരു അഹങ്കാരി പറഞ്ഞു, എടാ നായന്റെ മോനെ. ശംസുൽമന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു അഹങ്കാരിയായ ധനാഢ്യം പറഞ്ഞു, എടാ നായന്റെ മോനെ, എടാ നായന്റെ മോനെ എന്ന് ശംസുൽമന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇയാൾ മരിക്കണ സമയത്ത് എല്ലാരും കൂടി ഇടപെട്ടിട്ട് കലിമെല്ലാം വേണ്ടി കൊടുത്തിട്ടും ഇയാൾ കലിമല്ലില്ല. ഇയാൾ അവസാനത്തെ വാക്ക് എടാ നായന്റെ മോനെ എന്ന് പറഞ്ഞിട്ടാണ് ജീവൻ പോയത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇയാൾ അവസാനത്തെ കലിമത്ത് എടാ നായന്റെ മോനെ പിന്നെ മിണ്ടിയിട്ടില്ല, അന്ധശ്വാസം വലിച്ചു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോ, മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന നബിയുനാ റസൂലുള്ളാഹി. ആ ഹദീസ് ഒന്നിനെ അർത്ഥം കിട്ടോ. മൻ ഏതൊരുത്തൻ കാന ആഖിറു കലാമി, അവന്റെ അവസാനത്തെ വാക്ക് ആയി വന്നാൽ, അവൻ കൊണ്ടുവന്നാൽ എന്നല്ല, അവന്റെ അവസാനത്തെ വാക്ക് ആയി വന്നാൽ, അവൻ കൊണ്ടുവന്നാൽ എന്നല്ല. എന്തായി വന്നാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആയി വന്നാൽ ദഖലൽ ജന്ന, സ്വർഗസ്ഥനായി. കൊണ്ടുവന്നാൽ എന്നല്ല. കാരണം എന്താ അറിയോ, ആ ഹൈറ അല്ലെ നമ്മുടെ സ്വന്തം ഓർമ്മയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അള്ളാന്റെ മഹലായ ഫള് തന്നെ വേണം. അങ്ങനത്തെ ഹൈറാനായ സമയമാണ്. ഒന്ന് മൗത്തിന്റെ വേദന, മൗത്തിന്റെ കഠിനമായ വേദന. ഒന്ന് നമ്മള് ഫിനിഷിംഗ് പോയിന്റിൽ ഭാര്യനും കുട്ടികളൊക്കെ പിരിയുന്ന വേർപാടിന്റെ നൊമ്പരൊന്ന് വേറെ, കാണാത്ത പലതും ഇങ്ങനെ കണ്ടുകൊടുക്കണ ബേജാറൊന്ന് വേറെ, പഠിച്ചതും മറന്നുപോണ സമയമാണ്. നാളെ ഒരു കുട്ടി പറഞ്ഞില്ല SLC പരീക്ഷ കണ്ടിരുന്നപ്പോ സൂപ്പർവൈസർ ആയിട്ട് വന്നവന്റെ കട്ടിമീശ കണ്ടപ്പോ തന്നെ പഠിച്ചേ മറന്നു. പഠിച്ചും കൂടി മറക്കുന്ന രംഗാണത്, ഭീതിത രംഗാണ്. അപ്പോ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനെ അവന്റേതായ അവസ്ഥയിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. പിന്നെന്താ, ആയി വരണം. അത് അള്ളാഹ് ഇടപെടണം. അല്ലാഹു തആല ഇടപെട്ടിട്ട് നമ്മൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരട്ടെ. ആമീൻ പറയും. നമ്മുടെ അവസാനം അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരട്ടെ. ബിന്നബിയിൽ മുസ്തഫ. ആമിറിന് പിന്നെ എന്താണ് സംഭവിച്ചത്? കണ്ണു കാണാത്ത സുന്ദരനായ ആമിറിന്റെ കഴുത്തിന് ഒരു ശത്രു വന്ന് വെട്ടുകയാണ്. ആമിറിന്റെ കഴുത്തിൽ നിന്ന് ഒരു മാംസം പുറത്തേക്ക് വന്ന് വീഴുകയാണ്. ആ മാംസം കൊഴിഞ്ഞു പോകാതെ കഴുത്തിന്റെ ഒരു ഭാഗത്തായി തൂങ്ങിക്കിടന്നുകൊണ്ട് അത് ചീഞ്ഞാറി പുഴുക്കൾ വന്നിട്ടാണ് ആമിർ ചത്തുപോയതെന്ന് ചരിത്രം പറയുന്നു. അതിനെ പരിഹസിച്ചുകൊണ്ട് മുത്തുനബി അത് പഠിപ്പിച്ച കാരണത്താൽ കൊല്ലാൻ വേണ്ടി പ്ലാനിട്ട രണ്ട് മനുഷ്യന്മാരെ പടച്ച തമ്പുരാൻ ഭൂപ്രപഞ്ചത്തിൽ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത ഞെട്ടുന്ന റിപ്പോർട്ടാണ് ഞാൻ കേൾപ്പിച്ചത്. അതോടുകൂടി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണോ, അഹദിലേക്ക് ഒരാളങ്ങ് മനസ്സ് മുറിഞ്ഞ് ലയിച്ചു കടന്നാൽ ദുനിയാവിലും പരലോകത്തും സകല ഹലാക്ക് ബലാ അപകടങ്ങൾ പ്രതിസന്ധികള് അതാവില്ലെന്ന് ഈ സൂറത്ത് അവനെ തടുക്കുമേ. ഈ സൂറത്തിന് സൂറത്തുൻ നജാത്ത് എന്നൊരു പേരുണ്ട്, രക്ഷയുടെ സൂറത്ത് എന്നാണ്. ഇതിനെ പിടിച്ചോ രക്ഷപ്പെടും, ഒരു സംശയം വേണ്ട. ഇതിനെ പിടിച്ചോ രക്ഷപ്പെടും. ഖുർആനിൽ 3 വിഷയങ്ങളാണുള്ളത്. 1 ദീനിയായ നിയമങ്ങൾ, 2 താരീഖ്, 3 അള്ളാന്റെ ഗുണങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാന്റെ ഗുണങ്ങൾ. സൂറത്തുൽ ഇഖ്ലാസിൽ ഒരൊറ്റ നിയമല്ല, ശരീഅത്തിന്റെ ഒരു നിയമല്ല, ഒരു താരീഖ് ഇല്ല. അതിൽ A to Z വരെ അള്ളാഹു ആരാണ് ആരല്ല ഇത് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഖുർആനിന്റെ സുലുസാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും ഖുർആൻ മുഴുവൻ ഖത്മ് തീർത്തതിന്റെ കൂലി കിട്ടണോ? അലിയാര് ചോദിച്ചൊരിക്കൽ, ആർക്കെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് ഖുർആൻ മുഴുവനും ഓതാൻ കഴിയുമോ? ആളുകൾ അത്ഭുതപ്പെട്ടു. അലിയാര് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു. കാരണം സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ സുലുസാണ്, 1/3. അത് 3 തവണ അങ്ങ് ആവർത്തിച്ചാൽ ഖുർആൻ മുഴുവനുമായേ.
ക്ലാസ് കേൾക്കുന്നതിൽ തിരക്കുള്ള കച്ചവടക്കാരുണ്ടാകും, എപ്പോഴും ബസ്സിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന ഡ്രൈവർമാരുണ്ടാകും, ടാക്സിക്കാരുണ്ടാകും, ഓട്ടോക്കാരുണ്ടാകും, എപ്പോഴും യാത്ര ചെയ്യുന്ന കച്ചവടക്കാരുണ്ടാകും, പ്രവാസികളുണ്ടാകും, ഒരുപാട് സമയങ്ങൾ വർക്കെടുക്കുന്ന ഓവർലോഡ് വർക്കുള്ളവരുണ്ടാകും. അപ്പോഴൊക്കെ അവരിൽ പലർക്കും ഖുർആൻ പാരായണം ചെയ്യാൻ ആഗ്രഹമുണ്ടാകും. പക്ഷെ ഓഫീസിൽ നിന്ന് കഴിയുന്നില്ല ഉസ്താദ്, ഡ്രൈവിംഗിനിടയിൽ നഷ്ടപ്പെടുകയാണ് ഉസ്താദ്, കച്ചവട തിരക്കിൽ സമയം കിട്ടുന്നില്ല ഉസ്താദ് എന്നൊക്കെ ഞങ്ങളെ പോലെയുള്ള പ്രഭാഷകന്മാരോട് പരാതി പറയുന്ന മുഹിബ്ബീങ്ങളെ, നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് അധികരിപ്പിച്ചോ, ഖുർആൻ ഖത്മ ചെയ്ത കൂലി കിട്ടുമേ. പറഞ്ഞത് ഞാനല്ല, നബിയുനാ റസൂലുള്ളാഹി. അത് മൂന്നിൽ ഒന്നാണ്, അത് ഖുർആന്റെ മൂന്നിൽ ഒന്നാണ്. ചിന്തിക്കണേ. ഈ സൂറത്തുൽ ഇഖ്ലാസിലേക്കാണ്ട് കയറിയാൽ ഒരു 3 സ്വഭാവം നമ്മുടെ കൂടെ ഉണ്ടാവണം. നല്ലോണം ശ്രദ്ധിക്കൂലേ? നല്ലോണം ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കോ? ആരാ കോട്ടുവ ഇട്ടാല് മടി ഉണ്ട് അതിന്റെ കോട്ടുവ അങ്ങനെ പിന്നെണ്ടാവും തിന്ന് പായസം കുടിച്ച് മാങ്ങി എന്നാ തൊള്ള അറിയാതെ തുറക്കും. അതാണ് ഈ തരക്കടില്ല. അതിനാത്രം തിന്നരുത്, കോട്ടുകാടാൻ മാത്രം തിന്നരുത്, പാകത്തിന് നിന്നാ മതി. ഇരുന്നിട്ട് ഇങ്ങനെ കോട്ടുകാടുമ്പോ വായ പൊത്തും വേണം, അങ്ങനെ പൊത്തണം. മറ്റേ ഇങ്ങനെയുള്ള ഇബിലീസ് ഇങ്ങനെ കൈയൊട്ടിച്ചിരിക്കുന്ന തൊള്ള കണ്ടിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടും. മനസ്സിലായി? അപ്പോ സൂറത്തുൽ ഇഖ്ലാസിലേക്ക് ലയിച്ച ആളുകൾക്ക് 3 സ്വഭാവം ഉണ്ടാവും. ഒന്ന്, അവര് ഹൗഖലത്തിന്റെ ആളുകളാവും. ഞാൻ പറഞ്ഞുതരാം. 2 ബസ്മലത്തിന്റെ ആളുകളാവും. 3 ഹസ്ബലത്തിന്റെ ആളുകളാവും. 1 ഹൗഖലത്ത്, 2 ബസ്മലത്ത്, 3 ഹസ്ബലത്ത്. സൂറത്തുൽ ഇഖ്ലാസ് നെഞ്ചിലേറിയാൽ, മാംസത്തിൽ ലയിച്ചാൽ, അവന്റെ അസ്തിത്വമായി തീർന്നാൽ ഈ 3 മുഖമുദ്രയായിരിക്കും. 1 ഹൗഖലത്ത്, 2 ബസ്മലത്ത്, 3 ഹസ്ബലത്ത്. എന്താണ് ഹൗഖലത്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതന്നെയല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിപാദ്യം അത് തന്നെയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കഠിന സിഹർ വരെ ഇതിരുന്ന് മനസ്സറിഞ്ഞിട്ടാണ്ട് ചൊല്ലിയാൽ ബാത്തിലാവുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ ഹൗല لا حول ولا قوة إلا بالله العلي العظيم. ഒരിക്കൽ മഹാനായ ശംസുൽ ഉലമ ഒരു കള്ളത്വരീഖത്തിന്റെ ശൈഖിനെ നേരിടാൻ വേണ്ടി പ്രസംഗിക്കാൻ പോവുകയാണ്. പലരും പറഞ്ഞു, ശൈഖുന അങ്ങോട്ട് ഇപ്പോൾ പോണ്ട, ഇപ്പോൾ പോയാൽ അപകടമാണ്, അവൻ ഹാലളകി നിൽക്കുന്ന സമയമാണ്, അവനുമായി ആര് എതിരിട്ട് കളിച്ചാലും സിഹ്ർ ചെയ്ത് കൊല്ലുന്നവനാണ്, അതുകൊണ്ട് ശൈഖുന ഇപ്പോൾ അങ്ങോട്ട് പോണ്ട. ആരെ എതിരിട്ടാലും സിഹ്ർ ചെയ്ത് കൊല്ലാണ്, ഇപ്പൊ അങ്ങോട്ട് പോണ്ടാറും. അപ്പൊ ശംസുൽ പറഞ്ഞു, എടാ ലാ ഹൗല വലാ ഖുവത എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവൻ എന്റെ രോമം തൊടാൻ കഴിയില്ല, അവന്റെ രോമം തൊടൂല. ഷെയ്ഖിന്റെ പൊരന്റെ നേരെ മുമ്പിലെ സ്റ്റേജ്. ശംസുലുമ പ്രസംഗം തുടങ്ങിയെന്നറിയോ? നിന്റെ അടുത്ത് ഒരുപാട് ശൈത്താന്മാരുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ അടുത്ത് ഒരുപാട് ശൈത്താന്മാരുണ്ട്, അത് പലരെടുത്ത് നീ വിട്ടുകണെന്ന് എനിക്കറിയാം. ധൈര്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് കണ്ട് വിട്ടോ. എന്നെ തൊടാനോ എന്നെ ഉപദ്രവിക്കാനോ നിന്റെ ബടാ ശൈത്താനും കഴിയില്ല. ഇങ്ങോട്ട് അവർ കേറൂല, കാരണം ഞാൻ ലാ ഹൗലന്റെ ആളാ. ഒന്ന് ചെല്ലിയാക്കാണി 3 വട്ടം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒന്ന്, അവൻ ഹൗഖലന്റെ ആളാവും. 2 ബസ്മല. ബസ്മല എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ബിസ്മില്ല. അതന്നെ, അതൊന്നല്ല, എല്ലാ കാര്യത്തിലും ബിസ്മില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യ എപ്പോ ബന്ധപ്പെടാൻ വേണ്ടി പോകണേലും ഭാര്യന്റെ സ്വകാര്യ അവയവത്തിൽ നിന്നൊരു തീനാളം പുറത്തേക്ക് വരുന്നുണ്ട് എന്ന്, അതുകൊണ്ട് ഗുഹ്യഭാഗത്തിനൊക്കെ കഠിന ചൂട് വരുന്നുണ്ട്, വലിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു,
ഇനി നീ ഭാര്യയായിട്ട് പോയി ബന്ധപ്പെട്ടോ, ബിസ്മില്ലിട്ട് ബന്ധപ്പെടണം, എന്നാ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇയാൾ പിന്നെ പോയി ബിസ്മില്ലിട്ട് ബന്ധപ്പെട്ടു, ആ പ്രശ്നമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു അത് തീനാളല്ല ശൈത്താന്റെ നാവാണ് എന്ന് ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്. അവൻ അവിടൊക്കെ വിളിച്ചിരിക്കും, അവിടൊക്കെ വിളിച്ചിരിക്കും. അതുങ്ങളെ സ്ത്രീകൾക്ക് എന്തെല്ലാം സ്വകാര്യ അസുഖങ്ങളുണ്ട്, ഡോക്ടർമാരെടുത്ത് പോലൊന്നും പെട്ടെന്ന് മാറില്ല, ഇവരെടുത്ത് പോയാൽ പെട്ടെന്ന് മാറും. കാരണം അവർക്ക് അതിന്റെ വഴി അറിയാം. ചിലതൊക്കെ അവരെടുത്ത് പോയാലേ മാറും. കാരണം പലതും ഇങ്ങനെ ഉണ്ട്. തങ്ങളതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞല്ല, തങ്ങൾ ഇരുന്നോണ്ട് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് ശൈത്താന്റെ നാവാടോ, അതിന് വേറെ മരുന്നൊന്നുമില്ല, ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അത്തിബദസ്താന്റെ അടുത്തേക്ക് ഒരിക്കല് ഒരു ഭാര്യയും ഭർത്താവും കൂടി വരികയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഡ്രൈവറുടെ അകന്ന കുടുംബത്തിൽപ്പെട്ട ആളുകളുമാണ്. ഡ്രൈവർ എന്നോട് പറഞ്ഞതാണ്, അദ്ദേഹത്തിനോട് ചോദിച്ച വിശദവിവരങ്ങൾ അറിയാം. ഇവര് കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലം. ഈ 2 കൊല്ലത്തിനിടയിൽ ഈ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടിട്ട് തന്നെയില്ല. പക്ഷെ ഇടക്കിടക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോകും. അപ്പൊ കുട്ടികളില്ല, അമ്മയും വാപ്പയും കരുതി കുട്ടികളില്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി പോവാണ്. പക്ഷെ ഇവര് പോകുന്നതല്ല. ഭർത്താവ് ഭാര്യന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് കുഴഞ്ഞു വീഴുക, ഭാര്യയ്ക്ക് ഒരു പ്രത്യേകമായ അവസ്ഥ, സംഗതിക്ക് പറ്റണ 2 കൊല്ലം കഴിഞ്ഞു. പറഞ്ഞ് അതിപ്രസ്ഥാനത്തേക്ക് കേസെത്തി. ഡ്രൈവർ അറിയിച്ചു. 2 ആളും കൂടി വന്നു. അതിപ്രസ്ഥാന സുഖമില്ലാതെ കിടക്കുന്ന സമയമാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞതാണ് ബിസ്മി അല്ലിയിട്ട് ബന്ധപ്പെടണം, എല്ലാ കാര്യത്തിലും ബിസ്മി അല്ലണം എന്നിട്ട് ഉസ്താദ് അതിൻ്റെതായ വഴി പറഞ്ഞു. പിന്നെ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നേ ഉണ്ടായിട്ടില്ല. ബസ്മലത്തിന്റെ ആളുകളാവണം. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, കുട്ടികളിൽ പലരും അതാ പാല് കുടിക്കാതെ പാതിരാവിൽ കരയുകയാണ്. കുട്ടിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് വീടിന്റെ മുകൾ ഭാഗത്ത് ഉറങ്ങുന്ന മരുമകന് സുഖമില്ല. കുട്ടിയുടെ കരച്ചിൽ വീട്ടിൽ മൊത്തം മുഴങ്ങിയത് കൊണ്ട് വല്ലിപ്പാക്ക് ഉറക്കമില്ല. ഈ കരച്ചിലിൽ 85-90% കരച്ചിൽ എന്തുകൊണ്ടാണെന്നറിയോ? ബിസ്മിയല്ലാതെ മുലപ്പാല് കൊടുത്തിട്ട് കുട്ടിയുടെ വാറിൽ ആ പാല് കഠിനമായ വേദന ഉണ്ടാക്കിയിട്ടാണ്. നിങ്ങൾ പാല് കൊടുക്കുന്ന സമയത്ത് വലത്തെ മുല ബിസ്മി ചൊല്ലിയിട്ടങ്ങ് കൊടുത്താ ഈ പ്രശ്നങ്ങൾ വളരെ പ്രയാസമാണ് ഉണ്ടാവുക എന്നത്. പിന്നെയും ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം വേറെ വല്ലതും ആയിരിക്കും എന്ന് നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണേ. പക്ഷേ കുട്ടി അങ്ങ് കരയാൻ തുടങ്ങിയാൽ നിങ്ങൾ നേരെ പോകുന്നത് ഡോക്ടർ സാർ അടുത്താണ്. അദ്ദേഹം ഒന്നുമല്ലാത്ത ഈ കുട്ടിക്ക് അദ്ദേഹത്തിന്റെ ഇൽമ വെച്ചുകൊണ്ട് വല്ല മരുന്നും കൊടുക്കും. അതും കുട്ടിന്റെ അസുഖവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. പക്ഷേ നിങ്ങൾ ബസ്മലത്തിനെ മുറുകെ പിടിക്കുന്ന ഉമ്മയായാൽ, പെങ്ങളായാൽ, ചെറിയ പൈതങ്ങൾക്ക് വരുന്ന ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ 90% ഒഴിവാക്കാൻ കഴിയുന്നതാണ്. പാതേക്കാൻ വേണ്ടി ഒന്നുമാരെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വേര് നോക്കിയിട്ട് മരുന്നടിച്ചാൽ സോക്കട് പെട്ടെന്ന് മാറും. ഇന്ന് മർമ്മം കാണാത്ത മരുന്നാണ്. അതാണ് ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ. മർമ്മം കാണും. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ സ്റ്റാർട്ടാകണില്ല. അപ്പൊ ഒരാള് വണ്ടിന്റെ പെയിന്റ് മാറ്റി. അങ്ങനത്തെ പരിപാടി എപ്പോ ഒന്ന് നടക്കണത്. പിന്നെ നോക്കി അപ്പോൾ സ്റ്റാർട്ടാണില്ല. അപ്പൊ പോയിട്ട് ടയറ് മാറ്റി. പിന്നെ നോക്കി അപ്പൊ സ്റ്റാർട്ട് ചെയ്യണില്ല. അപ്പൊ വണ്ടിന്റെ ടിക്കില് ഒരു സാധനം ഉണ്ടായിരുന്നു, എടുത്ത് ഒഴിവാക്കി. ഇങ്ങനൊക്കെ കുറെ പണിയെടുത്തോണ്ട് കാര്യമുണ്ടോ? എഞ്ചിൻമേക്ക് ഇറങ്ങണ്ടേ? എഞ്ചിൻമേക്ക് ഇറങ്ങണ്ടേ? ചെങ്കണ്ണ് വന്നിട്ട് ഒരാള് ഡോക്ടറെ കണ്ടു. ഡോക്ടർ മരുന്ന് കൊടുത്തു. 7 ദിവസം പൊറ്റാൻ വേണ്ടി പറഞ്ഞു. 7 ദിവസം പൊറ്റി. 8ാം ദിവസം മാറാതെ പോയി. ഡോക്ടർ ചോദിച്ചു മരുന്ന് പറ്റിയെന്ന് ചോദിച്ചു. ആന്നറിഞ്ഞ്. എവിടെയെന്ന് വെച്ചു? കണ്ണടമ്മലാണ് പറഞ്ഞു. ചെങ്കണ്ണ് മാറി കിട്ടുമോ? പൈപ്പ് തുറന്നിട്ട് ചളിവെള്ള വരുന്നത്. അപ്പൊ ഒരാള് ലോക്ക് മാറ്റി, പൈപ്പിന്റെ ലോക്ക് മാറ്റി. അതുകൊണ്ട് വെള്ളം മാറോ? കിണറ്റിലെ വെള്ളം മാറ്റണ്ടേ? ചിലതിനൊക്കെ മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇങ്ങനത്തെ ഓരോ 1 മിനിറ്റ് അമലോണ്ട് നീങ്ങിപ്പോവും. 1 മിനിറ്റ് അമലോണ്ട് നീങ്ങിപ്പോവും. പക്ഷെ ബസ്മലത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണം. എന്നാൽ ഒരുപാട് അസുഖങ്ങളിൽ രക്ഷപ്പെടാൻ കഴിയും. ബിസ്മില്ലാതെ ഭക്ഷണം കഴിച്ചാൽ അവിടെ ശൈത്താനും വന്നിരിക്കാൻ, കൂടെ ശൈത്താനും ഭക്ഷണം കഴിക്കാൻ. പിശാച്ചിന്റെ കേലം, പിശാച്ചിന്റെ ഉമിനീര് നമ്മളറിയാത്തതിൽ കൂടി അത് തിന്നാണ്. അതിന് ക്യാൻസർ വരെ ഉണ്ടാവാ. പിശാച്ചിന് രക്തം ഓടുന്ന സ്ഥലത്തൊക്കെ ഓടാൻ കഴിയും. അവന് പല അസുഖങ്ങൾ ഉണ്ടാക്കും. ക്യാൻസർ ഉണ്ടാക്കും, വയറുവേദന ഉണ്ടാക്കും, തലവേദന ഉണ്ടാക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ആളുകൾക്ക് 3 സ്വഭാവം ഉണ്ടാകും. അവര് ഹൗക്കലത്തിന്റെ ആളുകളായിരിക്കും, അവര് ബസ്മലത്തിന്റെ ആളുകളായിരിക്കും, അവര് ഹസ്ബലത്തിന്റെ ആളുകളുമാണ്. ഇനി ഹസ്ബലത്ത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പറയണോ?
സലാത്തിന് തേടപ്പെട്ട മാസമായതുകൊണ്ടും സലാത്തിന്റെ ആവേശമുള്ള ആളുകളായതുകൊണ്ടും അത്യാവശ്യമുള്ള ആളുകൾ ആവേണ്ടത് കൊണ്ടും അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ വിഭവം ആയതുകൊണ്ടും ഒരു 3 സലാത്ത് ഉറക്ക ചൊല്ലി. ആണുങ്ങൾ ഉറക്കം اللهم صل على محمد يا ربي صل عليه وسلم. പടച്ചവനേ, ഈ സ്വർഗീയ മലർവനിയിൽ നിന്ന് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ കബൂലാക്കി നിന്റെ അഹബ്ബായ മുത്തിന്റെ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഖുർആൻ സദസ്സിലേക്ക് അവിടുത്തെ നദർ നീ നൽകണേ അല്ലാഹ്, മദദ് നീ നൽകണേ അല്ലാഹ്. പേരക്കുട്ടിയുടെ തൊട്ട് ചാരിയിട്ടാണ് ഈ മുതല്ലിം ദുആ ചെയ്യുന്നത്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സദസ്സിനെ ഏറ്റെടുക്കണേ അല്ലാഹ്. മദീനയിൽ നിന്ന് ലൈക്ക് കിട്ടുന്ന സദസ്സാക്കണേ റബ്ബേ. ബിന്നബിയിൽ മുസ്തഫ النبي حاضرون علموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ, പെങ്ങന്മാരെ, പ്രശ്ന സങ്കീർണമായ കാലുഷ്യക്കാലത്ത് പ്രശാന്ത സുന്ദരമായ സ്വസ്ഥതയിലേക്ക് നമ്മെ മാടി വിളിക്കാൻ എക്കാലത്തും സുഹൃതങ്ങളിൽ നിത്യകന്യകയായി ജ്വലിച്ചു നിൽക്കുന്ന അസ്സലാത്തു അലൻ നബിയിൽ മുഖ്താർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മുത്തിന്റെ മുഹിബ്ബീങ്ങളിലും മുത്താഹിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സൂറത്തുൽ ഇഖ്ലാസ് ജീവിതത്തിന്റെ ഭാഗമായാൽ മൂന്നാമത് ആ മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ അവന്റെ ജീവിതത്തിന്റെ ഒരു ശീലമാണ് ഹസ്ബലത്ത്. എന്താണ് ഹസ്ബലത്ത്? അള്ളാഹു അഹദാണെങ്കിൽ, അള്ളാഹു സമദാണെങ്കിൽ, ലം യലിദും വലം യൂലദും വലം യകുൽ ലഹു കുഫുവൻ അഹദാണെങ്കിൽ ഹസ്ബുനല്ലാഹ്, എനിക്കോ മതി. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കവൻ മതി. അല്ലാഹു തആല ഇതിന്റെ ഈ ആശയത്തിൽ ഹാല് കൊണ്ട് ലയിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. ഇന്ന് അനുകരണൊക്കെ ഉണ്ട്, ഒക്കെ ലാഹിറാണ്. അങ്ങനെ ഒക്കെ ലാഹിറാണ്, ഒക്കെ ലാഹിർ അനുഗ്രഹം. കക്കിടിപ്പുറം ശൈവനാൻ അനുകരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അത്തിപ്പറ്റ ഉസ്താൻ അനുകരിക്കാൻ എത്ര ആൾക്കാർക്ക് പറ്റും? ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താൻ അനുകരിക്കാത്ത ആൾക്ക് അനുകരിക്കാന്ന് പറഞ്ഞാൽ അവരിട്ടമാര് തോളുകൂടി മുണ്ട്, അവരിട്ട ജുബ്ബ, അതേപോലത്തെ കോറങ്ങ് തുണിയെടുത്ത്, അതല്ല, അതിപ്പോ എനിക്കും കഴിയും, അതെനിക്കും കഴിയും. അവര് കെട്ടിമാര് തലയെ കെട്ടാൻ എനിക്ക് കഴിയും. അവരെ കൽബിന്റെ ബാത്തിനിയ ഹാല് അനുകരിക്കുമ്പോഴാണ് അനുകരണമാവുക. ആ അനുകരണം ഒന്ന് എവിടെ നോക്കിയാലും കാണില്ല. അതാണ് ഉണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട് വളരെ കുറവാണ്. അവര് തുണിയെടുത്ത പോലെ തുണിയെടുത്താൽ നമ്മൾ അവരാവൂല. അപ്പൊ നാടകത്തിന് കുട്ടികൾ തുണിയെടുക്കലില്ലേ? ആ കോൽക്കളിക്ക് വരുന്ന കുട്ടികൾ എത്ര മട്ടത്തിലാ കെട്ടല് കള്ളിത്തിനൊക്കെ എടുത്തിട്ട് ജുബൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആയിരിക്കും പഠിച്ചോനെ തങ്ങന്മാരെ കുട്ടികളാണോ? കാരണം അവർക്കൊരു അരമണിക്കൂറിനത് ആവശ്യമാണ്. ഇങ്ങനെ കുറെ അനുകരണങ്ങളും അതിൻ്റെതായ ഒച്ചപ്പാടുണ്ട് എന്നല്ലാതെ കൽബിയായ ബാത്തിനിയായ ഹാല് അനുകരിക്കുന്നത് വളരെ കുറവാണ്. അല്ലാഹു തആല അവരെ മഹബത്ത് ചെയ്ത് രക്ഷപ്പെടുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും. അവരെ മഹബത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഹസ്ബുനല്ലാഹ് ആശയം ഹാല് കൊണ്ട് ലയിക്ക, തൊള്ളോണ്ട് അത് മിമിക്രി ആക്കല്ല. അത് പറഞ്ഞാലും കൂലിട്ടത് വേറെ. പക്ഷെ നമ്മുടെ ഹാലിൽ നമ്മൾ ഹസ്ബുനല്ലാന്റെ ആളുകളാവുക. ഒരാൾക്ക് നമ്മളെ തൊടാൻ കഴിയില്ല. ഞാന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള ഈ ആയത്ത് തുടങ്ങിയത് ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഖുൽ ഹുവല്ലാഹു അഹദിൽ നിന്ന് ചർച്ചയിൽ നിന്ന് വിരമിക്കുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഒന്ന് കൊണ്ടുവരികയാണ്. നിങ്ങൾ ചിന്തിക്കുകയും, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ താമസിക്കുന്ന മഹല്ല്, ശ്രദ്ധിക്കണം, നമ്മൾ താമസിക്കുന്ന മഹല്ല് മൊത്തം ഞമ്മക്കാണ്ട് എതിരായാൽ എത്ര വിഷമം ഉണ്ടാവും നമുക്ക്, അല്ലേ? വിഷമം ഉണ്ടാവൂലേ?
വിഷമം ഉണ്ടാവൂലേ? നമ്മൾ താമസിക്കുന്ന മഹലിൽ മൊത്തം നമുക്കാണ് 50% ആളുകൾ എതിരായ എത്ര വിഷമം ഉണ്ടാവും? നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരായാലും പെട്ട വിഷമം കട്ടി കൂടിയില്ലേ? നമ്മളൊപ്പം നിൽക്കേണ്ട ആൾക്കാരെ നമ്മൾ എതിർക്കാൻ തുടങ്ങിയാൽ വിഷമായില്ലേ? എന്നാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു അവസ്ഥകൾ എണ്ണിച്ച് നോക്കാണ്. നാട്ടുകാർ മൊത്തം എതിരാവില്ല, കുടുംബക്കാരെല്ലാരും കൂടി ചേർന്നിട്ട് വലിയ കിടങ്ങുണ്ടാക്കിയിട്ട് അതിന്റെ അടിയിന്ന് വിറകിട്ട് തുടങ്ങിയിട്ട് കിടങ്ങ് മൂടിയിട്ട് വിറക് പിന്നെ പൊന്തിയിട്ട് പിന്നെ വലിയ മലകളെ പോലെ വിറകിന്റെ ഒരു മല ഉണ്ടാക്കുക. ഇബ്രാഹിം നബി ഇങ്ങനെ കാണുക. എന്തിന്? നാട്ടുകാർ മൊത്തം കുടുംബക്കാരും കൂടി യോജിച്ചിട്ട് ഈ മഹാൻ അതിലിട്ട് കരിക്കാന് എത്ര വിഷമമുണ്ടാവും? എത്ര വിഷമമുണ്ടാവും? നമ്മളെ മാലിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചും കൂടി കിടങ്ങുണ്ടാക്കുക. നമ്മളെ വാപ്പയും എളാപ്പയും അമ്മായിക്കാക്കി അതിൽ വിറകിടുക, വെല്ലിമ കൊണ്ടുപോയിട്ട് തീ കൊളുത്തുക. എന്നിട്ട് ഇങ്ങനെ തീ പൊന്നും ഭാരെ നമ്മളിട്ട് കരിക്കാനാണെന്നൊരു പ്ലാന് നമ്മൾ അറിയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പൊ പെണ്ണുങ്ങളോട് നമ്മൾ വന്ന് പറഞ്ഞു ഞാൻ കരിക്ക, അതിനിപ്പോ എന്താ കുറെ കാലമായി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മരിച്ചോളിന്ന് ഓളും കൂടി പറഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ കാണുക, തന്നെ കരിക്കാനുള്ള തീ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തീ മലയായിട്ട് മാറുക, അതിന്റെ മേൽക്കൂടെ ഒരു പക്ഷിക്ക് പറക്കാൻ കഴിയാതായ. പക്ഷേ ഇബ്രാഹിം നബി കുലുങ്ങിയില്ല. കാരണം എന്താ? ഹസ്ബുനല്ലാഹന്റെ ഹാലായിരുന്നു. ഹസ്ബുനല്ലാഹന്റെ ഹാലായിരുന്നു. അതങ്ങട്ട് അടിച്ചു കയറിയിട്ട് അതിന്റെ ഫുൾ പവർ ഫിറ്റായി. അതുകൊണ്ടായി മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് വെച്ചു, അലക്ക ഹാജ, എന്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണോന്ന്. ഹസ്ബുനല്ലാഹന്റെ മൂർധന്യ ദിശയില് ലയിച്ച് കലങ്ങി മറിഞ്ഞ് രാജാവായി തൗഹീദിന്റെ വലിയ വലിയ ആധ്യാത്മിക ഉള്ളിന്റെ ഉള്ളിലുള്ള പടയങ്കി അണിഞ്ഞ്, കയ്യിലുള്ള പടയങ്കി അണിഞ്ഞ് അതിന്റെ കിരീടമണിഞ്ഞ് ഹസ്ബുനല്ലാഹന്റെ ഹാലിൽ ലയിച്ച ഇബ്രാഹിം നബി ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞെന്താ അറിയോ? നിങ്ങളൊരു ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല, നിങ്ങളെ ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് വലിയ സഹായമാണ് എന്നോട് ചോളി, ഇപ്പൊ തരാൻ ഞാൻ തയ്യാറാണ്. ആ തീജ്വാലിന്റെ മുമ്പ് നിന്നാണ് ഈ ബഡായി പറയുന്നത്. കാരണം എന്താ? അത് പറയാ ഹസ്ബുനല്ലാഹന്റെ ആശയത്തിൽ ഹാല് കൊണ്ട് ലയിച്ചാൽ അതിന്റെ മേലും പറയാ, അതിന്റെ മേലും പറയാ, അതും പറയാ, അതിന്റെ മേലും പറയാ. എന്നാലോ ആ തീയിലേക്ക്, ഞാൻ ചരിത്രം പറയില്ല, ആ തീയിലേക്ക് മഹാനായ ഇബ്രാഹിം നബിനെ വലിച്ചെറിഞ്ഞപ്പോ ആദ്യം ചൊല്ലിയ എന്താണ്? കൽബിന്റെ ഈ ഹാലാണ്ട് തൊള്ളയിൽ കൂടി വന്നു, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഒരാഴ്ചയിലേറെ അവിടെ കിടന്നില്ലേ. പുറത്തു വന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞെന്താ? ഇത്ര സുഖമുള്ളൊരു ജീവിതം എന്റെ ദുനിയാവിൽ വേറെ ഉണ്ടായിട്ടില്ല. ആ തീജ്വാലിൽ ഞാൻ കിടന്ന 7 ദിവസം എനിക്കുണ്ടായ സുഖമുണ്ടല്ലോ, പിന്നെ ദുനിയാവിൽ എനിക്കുണ്ടായിട്ടില്ല. കാരണം എന്താ? ഹസ്ബുനല്ലാഹ് തീജ്വാലയെ സ്വർഗ പൂങ്കാവനമാക്കി മാറ്റിമറിച്ചു. ചില മഹാന്മാർ പറയുന്നു അത് ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് സംഭവിച്ചതാ. ഖുൽ ഹുവല്ലാഹ് ഒരു മനുഷ്യനിൽ അവന്റെ ഹൃദയത്തിൽ അലയടിച്ചാൽ, അവന്റെ തലക്ക് ഇത് ക്ലിക്കായാൽ അവൻ ഹസ്ബലത്തിന്റെ ആളായി മാറും. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും. മഹാനായ സിയം വലിയുള്ളാഹി മടവൂർ സിയം വലിയുള്ളാഹിയുടെ വാപ്പയാണ് കുഞ്ഞുമായൻ കോയ മുസ്ലിയാർ. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. വലം യകുല്ലു കുഫുവൻ അഹദ്, അവനെ പോലെ ഒരാളില്ലെങ്കിൽ എനിക്ക് അവൻ മതി. അതാണ്. പിന്നെന്തിനാ വേറെ ആള്? അവനെ പോലെ ഇവിടെ ഒരാളില്ല, അപ്പൊ എനിക്കോ മതി. അവൻ സമദാൻ, അവൻ ലം യലിദാൻ, അവൻ വലം യൂലദാൻ, അവൻ വലം യകുല്ലു കുഫുവൻ അഹദ്. ഇനി എനിക്കെന്തിനാ വേറെ ആള്? ഹസ്ബുനല്ലാഹ് മതി. കുഞ്ഞുമായും കോയ മുസ്ലിയാർ സിയം വലിയുള്ളാഹി മടവൂരിന്റെ വാപ്പയാണ്. മടവൂർ മക്കാമിൽ തന്നെയാണ് രണ്ടുപേരുടെയും ഖബറുള്ളത്. താങ്കൾ പോയിട്ടില്ലേ? എപ്പോഴും തങ്ങൾക്ക് അവരെ ഇജാസത്ത് ഉണ്ടെന്നാ പറയുന്നത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ വാപ്പ കുഞ്ഞുമായും കോയ മുസ്ലിയാർ അവരിങ്ങനെ വീട്ടിൽ ഓടിട്ട് വീട്ടിലിങ്ങനെ കിടക്കുകയാണ്. ഭാര്യയുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഒരു എന്തോ സാധനം ഇങ്ങനെ ഇടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഭാര്യ ജനവാതിൽ തുറന്നു നോക്കുമ്പോ തെങ്ങുമെന്ന് കള്ളന് തേങ്ങട രാത്രി 2:30 മണി. അപ്പൊ ഒരു 3-4 എട്ടപ്പോഴാണ് ഭാര്യ ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ ഓന് കൊലടക്കി ഇങ്ങനെ ഇടാനുള്ള പരിപാടിയിലാണ്. ആ പെണ്ണുങ്ങൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട കുഞ്ഞുമായ മുസ്ലിയാരെ ഉണർത്തിയിട്ട് പറഞ്ഞു, നോക്കി എന്തേ രാത്രി നോക്കാൻ എന്താന്ന് വെച്ചു.
പുറത്തേക്കൊന്ന് ചെവിടെ വെച്ചൊക്കെ ഒരു ഒച്ച വെക്കണില്ല. ഞാൻ എന്റെ മേൽക്കാൻ നോക്കി, അതാ തൂങ്ങിക്കെടുക്കണ ചങ്ങായി അവിടുന്ന് തേങ്ങടുകയാണ്. അപ്പൊ കുഞ്ഞുമായ മുസ്ലിയാർ ജനലിനോട് കൂടി നോക്കിയിട്ടായിരുന്നു, ഞാനും കണ്ടുകണ കള്ളനെ ഈ രാത്രി പോകാൻ തേങ്ങട്ടപ്പോ നമ്മളെന്താട്ടുന്ന ഒരു കാര്യം ചെയ്യും, ഓനെ അവിടെ തേങ്ങട്ടിട്ട് ഇവിടെ തന്നെ എന്നോളൂ, ഇല്ലാണ്ട് ഉറങ്ങിക്കൂടുക, എവിടേക്കും പോകില്ല. ഓൻ തേങ്ങട്ടിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും, എവിടേക്കും പോലും ഇല്ലാണ്ട് ഉറങ്ങിക്കു പറഞ്ഞു. അപ്പോ ഇവരെന്തെങ്കിലും പറഞ്ഞാല് വീട്ടുകാർക്കും നാട്ടുകാർക്കും അതുപോലെ സംഭവിക്കുന്ന മുൻകാല ബോധ്യം കൊണ്ട് ഉറപ്പാണ്. ആ ധൈര്യത്തിൽ പെണ്ണുങ്ങൾ കിടന്നു. സുബഹി ബാങ്ക് കൊടുത്തു. കുഞ്ഞുമായ മുസ്ലിയാർ പള്ളിയിൽ പോയി നിസ്കരിച്ചു വന്നു. നിസ്കരിച്ചു വന്നപ്പോൾ പെണ്ണുങ്ങൾ അറിഞ്ഞല്ല മറ്റാളെ തീരുമാനിപ്പം എന്തായെന്ന് വെച്ച് അവനാട് നോക്കുന്ന കാണാന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണുണ്ട് ഒരു കൊട്ട തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്, പക്ഷെ പോണില്ല, അനങ്ങണില്ല. ഇവന്റെ ഇതിൽ നടക്കുകയാണ്, പക്ഷെ ഇവ അനങ്ങിയിട്ടില്ല, ഇവൻ എവിടെയും പോയിട്ടില്ല. നാട്ടുകാരെ കൂടി വന്നു, എന്താ എങ്ങായതെന്ന് വെച്ച്, ഞാൻ പോയിട്ടില്ലേ, എന്താ അല്ലെ, ഞാൻ അന്നലെ ഒരു കൊട്ട തേങ്ങന്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഇട്ടാണ് ഇങ്ങനെ പോണേ, ഞാൻ ലക്ഷ്യസ്ഥലത്ത് എത്തണില്ല, ഇവിടുന്ന് പോയിട്ടില്ല, ചില്ല അനങ്ങിയിട്ടില്ല, അവിടെ നിന്നാണ്ട് ഇങ്ങനെ കോഴി ചെയ്യണ എവിടേക്കും പോയിട്ടില്ല. അപ്പോഴാ കുഞ്ഞുമായ മുസ്ലിയാരെ കണ്ടു വിളിച്ച്, എടാ ഇത് ഹസ്ബുനല്ലാന്റെ വീടാ, ആവശ്യമില്ലാത്ത പണിക്ക് വരണ്ട, നീ എവിടേക്കും കക്കാൻ പോവില്ല അങ്ങനെ പറയും, നാളെ മര്യാദക്ക് ഒന്ന് പോകുന്ന ഇല്ല, ഈ പണി ഇതോടുകൂടിയാ നിർത്തിയ തങ്ങളെ, നീ കൊട്ടയും തേങ്ങൊന്നും എന്റെ അടുത്തുണ്ടാവില്ല, ഞാൻ മര്യാദക്ക് ചോദിച്ചോളാം, എന്നാ പോയിക്കോന്നും. പഴയ കാലത്ത് എത്ര അനുഭവങ്ങൾ എത്ര വീട്ടിലെങ്ങനെ ഉണ്ടായിക്കണേ. കാരണം എന്താ, അവരൊക്കെ ഹസ്ബലത്തിന്റെ ആളുകളായിരുന്നു. ഹൗഖലത്ത്, ബസ്മലത്ത്, ഹസ്ബലത്ത്, ഇത് മൂന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ, ഒരു ജന്തുവിനോ, ഒരു മൃഗത്തിനോ, ഒരു കള്ളനോ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അത് ഖുൽ ഹുവല്ലാഹു അതിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രചോദനമാണ്. ഈ വിഷയത്തിൽ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മുമ്പത്തെ ആയത്തുകൾക്ക് ഞാൻ ഒരുപാട് തഫ്സീറുകൾ, ലാഹിർ തഫ്സീറും ബാത്തിൻ തഫ്സീറും ഒക്കെ പറയാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരുപാട് തഫ്സീറുകൾ പറയുന്നതിലപ്പുറം നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദിന്റെ ആളുകളായി മാറാൻ പ്രോത്സാഹനജനകമായ ചില സംഭവങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എന്നെയും നിങ്ങളെയും എത്തിക്കാൻ അല്ലാഹു സഹായിക്കട്ടെ. ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് മുഖമുദ്രയാകണേ, ഭാഗമാകണേ, നമ്മുടെ മുദ്രാവാക്യമാകണേ. എന്നാൽ അവസാനം തൗഹീദിന്റെ കലിമയായി കിട്ടുമേ. അവസാനം തൗഹീദിന്റെ കലിമ വരും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ആമീൻ പറയും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള മറ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. അള്ളാന്റെ റസൂലിന് സൂറത്തുൽ കൗസർ എങ്ങനെയാണോ അതുപോലെ അതിനേക്കാളുമാണ് അള്ളാഹ്ക്ക് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിന് ഒരു പേരുണ്ട്, സൂറത്തുൻ നിസ്ബ, തറവാട് അധ്യായം എന്ന്. കാരണം എന്താ, ഇത് അള്ളാന്റെ അഡ്രസ്സാണ്, ഇത് അള്ളാന്റെ അഡ്രസ്സാണ്. അള്ള എന്താന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞു കൊടുത്ത മറുപടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അഡ്രസ്സാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് അള്ളാഹുവിന്റെ അഡ്രസ്സാണ്. അതുകൊണ്ട് ഇതിന് സൂറത്തുൽ മാരിഫ എന്ന പേരുണ്ട്. എന്തുകൊണ്ട്? ഇത് ദിവസം 400 വട്ടമോ 200 വട്ടമോ ഒക്കെ പതിവായി പാരായണം ചെയ്യുന്നവന് അള്ളാന്റെ മാരിഫത്തിന്റെ മധുര പായസം നുണയാൻ കഴിയുമേ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. തമ്പുരാനെ, മരിക്കുന്നതിന്റെ മുമ്പേ നിന്നെ സ്നേഹിച്ച രസം ഞങ്ങൾക്ക്, നിന്നെ കിട്ടിയ രസം ഞങ്ങൾക്ക്, നിന്റെ മാരിഫത്തിന്റെ പായസം റൂഹ് കൊണ്ട് കുടിച്ച രസം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നബിയിൽ മുസ്തഫ, ഈ രസം അനുഭവിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ദുനിയാവും ആഖിറവും രസമാകുന്ന വല്ലാത്തൊരവസ്ഥയാണ് തൗഹീദിനുള്ളത്. തൗഹീദിന്റെ യഥാർത്ഥമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന പവിഴങ്ങളും മാണിക്യങ്ങളും ഉപഹാരങ്ങളോ നമ്മളങ്ങ് സ്വയത്തമാക്കിയാൽ പിന്നെ നിസ്കാരമെന്നത് വളരെ സ്നേഹിക്കുന്ന സുമുഖിയായ കാമുകിയോട് സല്ലപിച്ചുകൊണ്ട് പാതിരാത്രിയെ പകലാക്കുന്നതിനേക്കാൾ ഔലിയാക്കൾ പാതിരാവിനെ ഹയാത്താക്കി നിസ്കരിക്കാനുള്ള കാരണോ മുനാജാത്തിന്റെ ലദ്ദത്ത് വന്നതാണെന്ന് മറക്കണ്ട. അപ്പോൾ അവരിൽ പലരും പാടി അജബൽ മോഹിബി കൈഫ യനാമോ കുല്ലു നൗമി
അലൽ മുഹിബ്ബി ഹറാമു. ഇത് കാമുകനും കാമുകയും പറയുന്നതാണ്. ഇശാക്ക് ശേഷം മൊബൈൽ ചെകുത്തിൽ വെച്ചുകൊണ്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങിയാൽ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന വിളിനാദം മുഴങ്ങുന്നത് വരെ സമയം പോകുന്നതറിയാതെ ബെഡിൽ 2 സ്ഥലങ്ങളിൽ 2 വീടുകളിൽ 2 നാടുകളിൽ കടന്നുകൊണ്ട് മൊബൈലുമായി ചവിട്ടിൽ വെച്ചുകൊണ്ട് സല്ലപിച്ച് കിന്നാരം പറഞ്ഞ് സ്വറച്ചുകൊണ്ട് സമയം പോക്കുന്നവരില്ലേ? മണിക്കൂറുകൾ കടന്നു പോകുന്നതവർ അറിയുന്നില്ല, പാതിരാവുകൾ വിട്ടകലുന്നതവർ അറിയുന്നില്ല, പ്രഭാതം പൊട്ടിവിടരുന്നതവർ അറിയുന്നില്ല. 2 കൽബും തമ്മിൽ ഒന്നായതാണ്. എന്നാൽ ഔലിയാക്കൾക്ക് റബ്ബ് തആലയുടെ മാരിഫത്തിന്റെ രസമങ്ങ് കിട്ടിയപ്പോ, റൂഹ് സദാ അല്ലാഹുവിലേക്കങ്ങ് കണ്ണു തുറന്നപ്പോ, അവരുടെ മജ്ജയിലും മാംസത്തിലും അഹദിയത്ത് അലിഞ്ഞു ചേർന്നപ്പോ, മാരിഫത്തിന്റെ മധുരം നുണയാൻ കഴിഞ്ഞപ്പോ, അതാ അവർ കാട്ടിന്റെ ഉള്ളിൽ പോയിരുന്നാലും അവർക്ക് രസമാണ്. ഹൽവത്ത് അവർക്ക് ഏറ്റവും വലിയ ആനന്ദമാണ്. അങ്ങനെയല്ലേ കാമുകിക്കും കാമുകനും ഏറ്റവും രസോ? കാട്ടിന്റെ ഉള്ളിൽ ഒരു ഗുഹയിൽ 2 പേരും ചേർന്നാൽ അതാണ് അവർക്ക് ഏറ്റവും രസോ. അല്ലാതെ ആളുകൾ കൂടിയ ടൗണോ പന്തലോ അല്ല. ആ മക്കാമൊന്നും ഇവിടെ പറയേണ്ടതില്ല, കാരണം നമ്മളൊന്നും അങ്ങോട്ട് എത്തി നോക്കുന്നവരല്ല. ഹല്ലാജനെ അടിച്ച് ഓടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ടപ്പോ ഹല്ലാജ് അള്ളഹാനോട് പറഞ്ഞു, നിനക്ക് എന്നോട് ഇത്ര ഇഷ്ടമാണെന്നുള്ള ഇന്ന് രാത്രി എനിക്ക് മനസ്സിലായത്, നിനക്ക് എന്നോട് ഇത്ര ഇഷ്ടമുണ്ടെന്നുള്ള ഇപ്പോഴെനിക്ക് മനസ്സിലാകണേ. അള്ളാഹുവേ പടച്ചോനെ, നിന്നെ സ്നേഹിച്ച രസം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആമീൻ പറയും, ആമീൻ പറയും. തങ്ങളൊക്കെ ഇരിക്കുന്ന സാസ അള്ള തന്നാലോ ഈ ഇതിന്നൊന്ന് രക്ഷപ്പെടും. നമ്മള് ഇപ്പൊ തലയിൽ കയറിക്കണ കുറെ സാധനം ഉണ്ട്, ഇത് കണ്ട് ഇറങ്ങാതെ നമ്മൾ മട്ടത്തിലാവില്ലെന്ന് ഉറപ്പാണ്, ഒരു സംശയമില്ല. നമ്മളിപ്പോഴത്തെ പരിപാടി എന്താ അറിയോ? വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് ഡ്രൈവറെ പട്ടിണി എടുത്ത്, അതാ ഇപ്പോഴത്തെ പരിപാടി. മനസ്സിലായോ? വണ്ടിക്ക് എണ്ണ അടിക്കണ്ടേ, ഡ്രൈവർക്ക് അന്നം കൊടുക്കണില്ല. അതാണ് ഇപ്പോഴത്തെ പരിപാടി. എന്ന് പറഞ്ഞാൽ ജസദിന് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്, റൂഹിന് ആവശ്യമുള്ളൊന്നും കൊടുക്കണില്ല. റൂഹാണ് ഡ്രൈവർ, ജസദ് വണ്ടിയാണ്. നമ്മളിപ്പോഴത്തെ അവസ്ഥ ഇതിന് മാറണമെങ്കിൽ ഈ കുൽഹു അല്ലാഹുവിലേക്ക് അങ്ങോട്ട് ലയിക്കണം. ലയിച്ചാൽ നമുക്ക് ദുന്യാവിന്റെ സ്വർഗമാണ്. തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിഅമത്ത് മനസ്സമാധാനമാണ്. അതാണ്ട് കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു അതിന്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും, ആമീൻ പറയും. അല്ലാഹു അതിന്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ആണുങ്ങളെ പെണ്ണുങ്ങളെ ചിന്തിച്ചോളൂ. വലം യകുല്ലോ കുഫുവൻ അഹദ്. അവനെ പോലൊരു വ്യക്തിയില്ലെങ്കിൽ, അവനെ പോലൊരു ശക്തിയില്ലെങ്കിൽ, അവൻ സമതാണെങ്കിൽ, അവൻ വാപ്പയല്ല മകനല്ലെങ്കിൽ, പിന്നെ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എനിക്ക് പിന്നെ ഒന്നും വേണ്ട, ഓ മതി, ഒന്നും വേണ്ട. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാന്റെ അടിമയ്ക്ക് അള്ള പോരെ. അള്ള പോരെ എന്ന് വെച്ചാൽ വേറൊരു മഹാനോട് തേടിക്കൂടാ, അവരെ സ്നേഹിച്ചുകൂടാന്നല്ല. അതൊക്കെ അള്ളാന്റെ ആളുകളാണ്. അള്ളാന്റെ ആളുകളെ ഇഷ്ടപ്പെടല, അള്ളാനെ ഇഷ്ടപ്പെടല. അള്ളാനെ അഹദിയത്ത് കിട്ടണമെങ്കിൽ അഹമ്മദിയത്തിന്റെ വാതിൽ തുറക്കണം. അഹമ്മദിയത്തില്ലാതെ അഹദിയത്തില്ല. അഹമ്മദിയത്തിന്റെ റിസാലത്തിന്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ടല്ലാതെ അഹദിയത്ത് കൈകാര്യം ചെയ്താൽ അത് അദ്വൈത സിദ്ധാന്തത്തിലെത്തും, അത് കുഫ്റായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അഹമ്മദിയത്ത് കൊണ്ടാണ് അഹദിയത്തിലേക്ക് കയറാനുള്ളത്. അത് സൂറത്തുൽ ഇഖ്ലാസിന്റെ ഉള്ളിൽ ഒരു ചിത്രീകരണമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കൗസറും കൂടി താരതമ്യം ചെയ്താൽ സൂഫിയാക്കൾ പറഞ്ഞൊരു രഹസ്യം കിട്ടുന്നതാണ്. എന്താണ് ആ രഹസ്യമെന്നറിയോ? സൂറത്തുൽ കൗസർ എന്നത് അള്ളാന്റെ റസൂലിനെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്നത് അള്ളാനെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണ്. മനസ്സിലായോ? സൂറത്തുൽ കൗസർ എന്നത് അള്ളാന്റെ ഹബീബിനെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്നത് പടച്ചോനെ നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ? ഡിലേ കൂടിക്കണ എക്കോ കൂടി അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് എന്നത്
അള്ളാനെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണ്. ഇവിടെ ഭയങ്കര രസമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, ഞാൻ പറയാൻ ശ്രമിക്കാം. ഇങ്ങോട്ട് നോക്കി അള്ളാഹ് റസൂലും ഹബീബും മെഹബൂബുമാണ് എന്ന് അതിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, അള്ളാന്റെ ഹബീബിനെ കുറെ ആൾക്കാരെ വിമർശിച്ചു, അബുത്തറാണ് എന്ന് പറഞ്ഞു, മുഹമ്മദ് വാലുമുറിയനാണ്, മഅദല്ലാഹ്. അത് പറയാൻ അവരെ പ്രേരിപ്പിച്ച എന്താ വെച്ചാൽ റസൂലുള്ളാന്റെ ആൺകുട്ടികളൊക്കെ കുഞ്ഞുകാലത്തെ മരിച്ചു പോകണം, അപ്പൊ കുടുംബം നിലക്കൂല എന്നുള്ള അർത്ഥത്തിൽ പറയാണ് അബുത്തറാണ്. ഈ പറഞ്ഞ മനുഷ്യന്മാർക്ക് അള്ളാഹു ആണ് മറുപടി കൊടുക്കുന്നത്. ഇന്ന ആത്തൈനാക്കൽ കൗത്തർ, ഇന്ന നമ്മൾ തന്നിക്കണക്കാ തങ്ങൾക്കൽ കൗത്തർ, കുറെ കുട്ടികളെ തന്നിക്കണം. ഇല്ല എന്ന് പറയുന്നത് ബഡായ, വെറും ബിടല. ഇതാ ആ കൗസർ പെട്ട ആളാണ് ഇരിക്കുന്നത്, റസൂലുള്ളാഹിന്റെ സന്താനങ്ങളിൽപ്പെട്ട ആൾ. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്ന അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും നബിയെ. അൽ കൗസർ കുറെ ഔലാദ് തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് ആയത്തിന്റെ അവസാനം പറയാ ഇന്ന ഷാനി അക്ക ഹുവൽ അബ്തർ, നിങ്ങൾ അബ്തറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിമർശിച്ച ഒരു പോത്തുണ്ടല്ലോ, ഓനാണ് അബ്തർ, നിങ്ങളല്ല. അപ്പൊ എന്താ സംഭവിച്ചത്, റസൂലുള്ളാഹിനെ വിമർശിച്ചവർക്ക് അള്ളാഹു മറുപടി കൊടുക്കുന്നു. ഇനി അള്ളാഹിനെ വിമർശിച്ച കുറെ ആൾക്കാർ, കാരണം എന്താ, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ നബി അള്ളാഹിന്റെ മോനാണ്, യഹൂദികൾ പറഞ്ഞു മലായിക്കത്ത് അള്ളാഹിന്റെ പെൺകുട്ടികളാണ്, വേറെ ചിലർ അള്ളാഹ്ക്ക് ഇടക്കിടക്ക് പെണ്ണാണാ പോലെ പണിയെന്ന് പറഞ്ഞു. വേറെ കുറെ ആൾക്കാരുണ്ട് അള്ളാഹ് മാത്രമല്ല വേറെയും കുറെ പടച്ചമാരുണ്ട്. ഇതിനൊക്കെ കൂടി കലക്കി കുത്തിട്ട് ഒറ്റ മറുപടി കൊടുത്താ അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് അള്ളാഹ് മറുപടി പറയാതെ പുൽ തങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനെ വിമർശിച്ചവർക്ക് അള്ളാഹു ഡയറക്റ്റ് മറുപടി കൊടുക്കുന്നു. അള്ളാഹിനെ വിമർശിച്ചവർക്ക് മറുപടി പറയാൻ മുഹമ്മദ് നബിയെ കുൽ എന്ന രണ്ടക്ഷരം കൊണ്ട് ഏൽപ്പിക്കുന്നു. കാരണം എന്താ, നമ്മള് ഹബീബും മെഹബൂബ, നിങ്ങളെ തൊട്ടാ ഞാന്, എന്നെ തൊട്ടാ നിങ്ങള്. അതിന്റെ ഉള്ള ഞാൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും തൊട്ടാ ഞാൻ മറുപടി അറിയാം, എന്നെ തൊട്ടാ നിങ്ങൾ മറുപടി പറഞ്ഞാലേ നമ്മൾ തമ്മിൽ അങ്ങനല്ലേ. സുബ്ഹാനല്ലാഹ്. നിങ്ങളെ തൊട്ടാൽ ഞാൻ, എന്നെ തൊട്ടാൽ നിങ്ങളും കൈകാര്യം ചെയ്യണോ. ഞാൻ നിങ്ങളും ഹബീബും മെഹബൂബുമല്ല നബിയേ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി ഖുർബിൻ വമിൻ നജമി മൗലായ സല്ലി നല്ല ചൂടുണ്ട്, ആണുങ്ങൾക്ക് വാങ്ങാം പെണ്ണുങ്ങൾക്ക് പോയിക്കോട്ടെ. നല്ല ചൂടുണ്ട്. ഞാൻ അരമണിക്കൂറോ ഇൻഷാ അല്ലാഹ് അരമണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തും. നല്ല ചൂടുണ്ട്. വിഷയം എവിടേക്കും ആയിട്ടില്ലെങ്കിൽ 2 മണിക്കൂറെ നമ്മളെ ഇവിടുത്തെ ഈ പദ്ധതി ഉള്ള അതിന്റെ മേലെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനിടക്ക് ബക്കറ്റിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളെ ഭാഗത്തൊരു ബക്കറ്റ് വരും, പെണ്ണുങ്ങളെല്ലാവരും നല്ല രൂപത്തിൽ സഹായിക്കണം. ആണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കണില്ല. നമുക്ക് കൊണ്ട് വേറൊരു പദ്ധതി ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് തന്നാൽ മതി. തങ്ങളെ കൈ പിടിച്ചിട്ട് തങ്ങൾ ആ ദ്വായും കൈ പിടിച്ച് എന്തെങ്കിലും കൊടുക്കൽ ഒറ്റ പോക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ രാത്രി നമുക്ക് അനുകൂലാക്കി തരട്ടെ. ഈ രാത്രി അള്ളാഹു നമുക്ക് അനുകൂലാക്കി തരട്ടെ. ചിന്തിക്കണേ, അള്ളാഹിനെ വിമർശിച്ചവരെ മുഹമ്മദ് നബിയോട് മറുപടി പറയാൻ വേണ്ടി കുൽ എന്ന അക്ഷരം കൊണ്ട് ഏൽപ്പിക്കുന്നു. മുഹമ്മദ് നബി വിമർശിച്ചവരെ അള്ളാഹു തആല കുൽ എന്ന് പറയാതെ നേരിട്ട് മറുപടി പറഞ്ഞ് പിടിച്ചു കൊടയുന്നു. കാരണം അല്ലാഹു റസൂലും ഹബീബും മെഹബൂബുമാണ്. പഠിച്ചവനെ, അപ്പൊ അഹമ്മദിയത്തില്ലാതെ അഹമ്മദിയത്തില്ലാതെ ഞാൻ ഒറ്റ ദൈവത്തെ മാത്രമേ അംഗീകരിക്കൂ, അത് ജഗദീശ്വരനാണ് എന്ന് പാട്ട് പാടിയിട്ടോ പ്രസംഗിച്ചിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാന്റെ ഫൈനൽ തീരുമാനം മുഹമ്മദുർ റസൂലുള്ളാഹ്. ദൈവത്തിന്റെ ഫൈനൽ തീരുമാനം അംഗീകരിക്കണം. അല്ലാതെന്താ ഇത് ദൈവത്തിന്റെ ഫൈനൽ തീരുമാനമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനൊരു ഏത് മനുഷ്യന്മാർക്കും ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന കുറെ തെളിവുകൾ അല്ലാഹ് തന്നു. ഒരു തെളിവുകൾ നോക്കൂ. ആരെങ്കിലും ഭൂമിയിൽ നിന്ന് ചൊവ്വിക്കാണ്ട് പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗോളത്തിലേക്ക് പോയി, എന്നിട്ട് ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യം അവന്റെ ശാസ്ത്ര സാങ്കേതിക യന്ത്രം കൊണ്ട് ചെവിട്ടിൽ വെച്ചിട്ട് ഭൂമിയിൽ എപ്പോഴും നടക്കുന്ന ഒരു പ്രഖ്യാപന മുദ്രാവാക്യം എന്താന്ന് പരിശോധിക്കാൻ മേലേക്ക് കയറിയാൽ അവര് മുഴുവനും മുട്ടുമടക്കി ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ട് സമീപിക്കേണ്ടി വരും. അത് ഒറ്റ പ്രഖ്യാപനമാണ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് ദൈവത്തിന്റെ അള്ളാന്റെ പണിയല്ലേ? 24 മണിക്കൂറും ഈ പ്രഖ്യാപനം
ഭൂമി കറങ്ങുന്നിടത്തോളം കാലം, ഭൂഗോളം നിലയ്ക്കുന്നിടത്തോളം കാലം, അണ്ഡകടാഹം നിലയ്ക്കുന്നിടത്തോളം കാലം 24 മണിക്കൂറും ഒരു സെക്കൻഡ് ഒഴിയാതെ, ഗോളശാസ്ത്രം പഠിച്ച ആളുകൾക്കറിയാം ബാങ്ക് ഒരു സെക്കൻഡ് മുറിയുന്ന സമയമില്ല. ഇവിടെ ളുഹറാണെങ്കിൽ വേറെ സ്ഥലത്ത് അസർ, ഇവിടെ അസറാണെങ്കിൽ മറ്റു സ്ഥലത്ത് മഗ്രിബ്. ഭൂമി മുഴുവനും സദാ മുഴങ്ങുകയാണ്, കറങ്ങുകയാണ്. إذا قال في الخمس المؤذن واشهدوا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഇന്നത്തെ ഒരു വായന, ഇന്നത്തെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ നേരെ മുമ്പിലുള്ളതല്ല. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ലോക ചലനങ്ങളെ വിലയിരുത്തിയിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ഈ കാലാണ്. ഇക്കാലത്ത് ജീവിക്കുന്ന ഒരാൾക്കും മാഷർ രക്ഷപ്പെടാൻ പറ്റൂല. ഞങ്ങൾ അറിഞ്ഞില്ല മുഹമ്മദ് നബി റസൂല, ഞങ്ങൾ അങ്ങനെയില്ല. അള്ളാഹ് ചോദിക്കും, നിങ്ങൾ സോഷ്യൽ മീഡിയ വികസിച്ച കാലത്ത് ജീവിച്ചിരുന്ന ആളുകളല്ലേ? എല്ലാം മേടിയിട്ട് പഠിക്കുന്ന ആളുകളല്ലായിരുന്നോ? ഗോളശാസ്ത്രം പഠിച്ച് നിങ്ങൾക്ക് അറിയില്ലേ, ഭൂമിയിൽ എപ്പോഴും ഉച്ചൈസ്തരം നടന്നിരുന്നൊരു പ്രഖ്യാപനം ഈ മഹാൻ എന്റെ റസൂലാണ് എന്നല്ലായിരുന്നോ? എന്നിട്ട് എന്തുകൊണ്ട് അതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചില്ല? من يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അള്ളാഹു ഈ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന അപകടത്തിൽ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ ഇത്ര പ്രൂഫുള്ള, ഇത്ര ആധാരമുള്ള, ഇത്ര അടിത്തറയുള്ള, ഇത്ര കെട്ടുറപ്പുള്ള, ഇത്ര വിവേകമുള്ള, ഇത്ര പക്വതയുള്ള, ഇത്ര പാകതയുള്ള, ഇത്ര വിശാല മനസ്കതയുള്ള, ഇത്ര മതസൗഹാർദ്ദമുള്ള, ഇത്ര കാരുണ്യമുള്ള, ഇത്ര ഭദ്രതയുള്ള, ഇത്ര ശുചിത്വമുള്ള, ഇത്ര അലങ്കാരമുള്ള, ഇത്ര സൗന്ദര്യമുള്ള, ഇത്ര സുഗന്ധമുള്ള, ഇത്ര ശാസ്ത്രീയതയുള്ള ഒരു പ്രത്യയശാസ്ത്ര ലോകത്ത് വേറെ ഉണ്ടെങ്കിൽ കയ്യിന്റെ ഉള്ളിൽ നിന്ന് വെളുത്ത രോമാണ്. അള്ളാഹു ഇതിന്റെ ആളുകളാക്കിയില്ലേ? അള്ളാഹു നിലത്തി തെറ്റ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ചിന്തിക്കണേ. അപ്പൊ ഈ കുൽഹുല്ലാഹ് എന്നുള്ളതിൽ റസൂലുള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ പ്രണയത്തിന്റെ നിദർശനമുണ്ട്. ഇനി മാസം അതിന്റെ മാസമല്ലേ? എംകെന്റെ സ്വാഗത പ്രസംഗത്തിൽ അത് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് തന്നെ പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടില്ല. എന്നാ ഈ വിഷയത്തിലേക്ക് അത് ഞാൻ കൂട്ടി പറയട്ടെ. ഈ ഷാബാന് അള്ളാഹ്ക്ക് റസൂലുള്ളാഹിനോട് അതിയായ സ്നേഹമുണ്ട് എന്ന് അള്ളാഹു തആല ഭൂവാസികൾക്ക് മൊത്തം അറിയിച്ചു കൊടുക്കാൻ അത്ഭുതകരമായ 2 സംഭവങ്ങൾ നടത്തിയ മാസമാണ്. ഒന്ന്, ഹബീബിന്റെ മേൽ സ്വലാത്ത് എല്ലാം വേണ്ടി അള്ളാഹു തആല തേടി ആയത്ത് അള്ളാഹ് ഇറക്കിയത് ഷാബാനിലാണ്. സ്വലാത്ത് എന്താണ്? പടച്ചോനെ, സ്വലാത്ത് എന്താ? അള്ളാഹ്ക്ക് റസൂലുള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം നമുക്ക് വരച്ചു കാണിക്കുക. എന്നിട്ട് പറയാണ്, ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മലക്കുകളും മുത്ത് നബിയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് അള്ളാഹ് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഭൂമിക്ക് നോക്കിയിട്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും അങ്ങനെ ആവണം, ഞങ്ങളെ പോലെ ആവണം. കാരണം മുഹമ്മദ് നബി അതിനേക്കാൾ വലിയ മക്കാമിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ റസൂലുള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ പ്രണയത്തിന്റെ നിദർശനമാണ് ഈ ഷാബാന് വിളിച്ചോതുന്നത്. അതിൽ ഒന്നാണ് സ്വലാത്ത്. ഞാൻ ഒരൊറ്റ മെസ്സേജ് മാത്രം പറയുകയാണ്. ഇന്നല്ലാഹ ലയൻദുറു ഇലാ മൻ യുസല്ലി അലയ്യ. എന്റെ മേൽ ഒരു വട്ടം സ്വലാത്ത് ചൊല്ലുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പരിഗണനയിൽ നോക്കുന്നതാണ്. നബിയുനാ റസൂലുള്ളാഹി. കേട്ടോ, ആരെങ്കിലും അള്ളാഹു ഈ നിലയിൽ ഒരു നളർ ചെയ്താൽ അതാ പിന്നെ അള്ളാഹു അവനെ ശിക്ഷിക്കുന്ന പ്രശ്നമില്ല. നബിയുനാ റസൂലുള്ളാഹി അക്സിറൂ അലയ്യസ്സലാ. നിങ്ങൾ എന്റെ മേലിലുള്ള സ്വലാത്ത് അധികരിപ്പിച്ചോ. ഫഇന്ന അവ്വല മാ തുസ്അലൂന അന്നീ. നാളെ ഖബറിൽ ചെന്നാൽ നിങ്ങൾ ആദ്യമായി നേരിടുന്ന ചോദ്യം എന്നെ കുറിച്ചാണല്ലോ. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിച്ചോ എന്ന് പറയുന്ന വാക്കിൽ ഒരു പൊരുളുണ്ട്. നിങ്ങൾ നാളെ ആരുമില്ലാത്ത ഖബറിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുമ്പോൾ എന്നെ കുറിച്ച് ചോദ്യം വരുമ്പോ നിങ്ങൾ ഭൂമിയിൽ നിന്ന് അധികമായി സ്വലാത്തിൽ ആവേശം കാണിച്ച് മരിച്ചു പോയവരാണെങ്കിൽ മൻ റബ്ബുക വമൻ നബിയുക എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ കുടുങ്ങാതെ ചിതറാതെ അടറാതെ പതറാതെ സ്ഫുടമായി ഈ സ്വലാത്ത് അധികരിപ്പിച്ച ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഇന്ധനത്തിന്റെ ഊക്ക്
വീട്ടുകാരെടുത്താൽ നിങ്ങൾ ആരാരുമില്ലാത്ത ഖബറിൽ വെച്ചുകൊണ്ട് എന്നെ കുറിച്ചുള്ള ചോദ്യം അങ്ങ് നേരിടുമ്പോൾ ഉമ്മത്തെ ധൈര്യത്തോട് നിങ്ങൾ പറയുന്നതാ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിച്ചോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ പറയും. ഒന്നും കൂടി ആമീൻ പറയും. അള്ളാഹു സ്വലാത്തെ അധികരിപ്പിച്ച് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇതുകൊണ്ട് വേറെ ഒരുപാട് നേട്ടമുണ്ട്. ഒരു ഹദീസും കൂടി കേട്ടോളൂ. മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ഈ നേരത്തെ പറഞ്ഞ രണ്ട് ഹദീസ് ഇന്ന് ഞാനൊരു കിതാബിൽ കണ്ടതാണ്. ഇത് ഞാൻ മുമ്പ് പല പ്രസംഗത്തിൽ പറഞ്ഞ ഹദീസാണ്. മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ഇനി അതിന്റെ വിശദീകരണം കേൾക്കണം. മൻ സല്ല അലയ്യ വാഹിദത്തൻ, എന്റെ മേലിൽ ആരെങ്കിലും ഒരു വട്ടം സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, ആ ഒന്ന് കാരണത്താൽ അല്ലാഹു തആല അവന് 10 ഗുണം കൊടുക്കുന്നു. എവിടെ കൊടുക്കും എന്നതിനെ കുറിച്ച് അവിടെ കാമാ പറഞ്ഞില്ല. എവിടെ കൊടുക്കും എന്ന് അറിയില്ല, എവിടെയും കൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? പടച്ചോൻ നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ? എന്റെ മേൽ ആരെങ്കിലും ഒരു വട്ടം സലാത്ത് ചൊല്ലിയാൽ അവന് എന്റെ ഭാഗത്ത് 10 ഗുണം കിട്ടും. എവിടെ കിട്ടുമെന്ന് അല്ലാഹു പറഞ്ഞില്ല. കാരണം ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. ഈ ഒരൊറ്റ ഹദീസാണ് ഷാദുലി ഇമാമിനെ കാട്ടുന്ന രക്ഷപ്പെടുത്തിയത്. ഇമാം ഷാദുലി റളിയല്ലാഹു തആല വലിയ മഹാനാണ്. അവര് ഒഴിഞ്ഞ് കാട്ടു പോയിട്ടിരിക്കുന്നു. അപ്പൊ പാമ്പും കാട്ടാനും പുലിയും കടുവയും കരടിയും സിംഹവും ഒക്കെ കൂടി കൊണ്ട് വളഞ്ഞു. എല്ലാം കൂടി കൊണ്ട് വളഞ്ഞു. ആ വളഞ്ഞാലുള്ള പേടി, നിങ്ങൾ അങ്ങനത്തെ സ്ഥലത്ത് പോയിരിക്കാത്തോണ്ടാ ഞാൻ ഇപ്പൊ അടുത്ത് പോയിന്നൊരു വാലിന് വേണ്ടിട്ട്. വാലിങ്ങനെ പറയുമ്പോ കടുവ പോണെങ്ങനെ കണ്ടിട്ടാ പറഞ്ഞേനെ. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർക്ക് വാലിന് കഴിഞ്ഞു ഞങ്ങളെ. അവിടെ പോയപ്പോ ഞാനിത് ഇങ്ങനെയുള്ള സ്ഥലമാണെന്ന് ഞാൻ അറിയില്ല. നോക്കുമ്പോ വലിയൊരു കൊടുങ്കാട് മലക്ക് ഇറങ്ങിയിട്ട് അടിയിലൊരു മഹാന്റെ മക്ബർ, അവിടെ ഉറൂസ്. ആയിരങ്ങൾ സഹസിലുണ്ട്. കാരണം 1500 ചോറ്റുമുതി തേഞ്ഞില്ല എന്നൊക്കെ സംഘാടകർ പറഞ്ഞിരുന്നു. ആ കാട്ടിന്റെ അടിയിൽ ആയിരങ്ങൾ ഇറങ്ങി നിൽക്കണം. അപ്പൊ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല ഭാഗങ്ങളിൽ നിന്ന് പഴയ കാലത്ത് അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെ താമസാക്കി മാറ്റിയൊരു വിഭാഗം ആളുകളാണ്. അവരൊക്കെ കൂടി ക്ഷണിച്ചുകൊണ്ടാതെ വേള പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോൾ നിങ്ങളോട് പറയാൻ ഒരുപാട് മൃഗങ്ങൾ. കാരണം കേരള ഗവൺമെന്റ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഗവൺമെന്റും അവർക്ക് ശല്യമുള്ള കാട്ടുന്നുള്ള എല്ലാ മൃഗങ്ങളെയും കൊണ്ടുപോയി ഇറക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകൾ ചോദിച്ചു ഇവരോട്, ഞങ്ങളിവിടെ താമസിക്കുന്നില്ലേന്ന്. അപ്പൊ അവര് പറഞ്ഞ മറുപടി, ഇത് മൃഗങ്ങളുടെ വാസകേന്ദ്രം, അങ്ങക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് പോയിക്കോളൂ, നിങ്ങളെ പരിഗണിച്ചിട്ട് മൃഗങ്ങളെ കൊടുന്നിടാക്കൂല, ഇവിടെ മൃഗങ്ങളെ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് എല്ലാരും ഒറ്റ കാര്യത്തിനെ ദ്വാരക്കാൻ പറഞ്ഞോളൂ. എന്താ അറിയോ? പുലിയിൽ നിന്നും ആനയിൽ നിന്നും കടുവയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദ്വാരക്കണം. എന്നിട്ട് ഞാൻ അരമണിക്കൂർ ദ്വാരുന്നൊക്കെ ആനകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല, പുലികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല എന്ന് പറഞ്ഞിട്ടാ ദ്വാരുന്നത്. പക്ഷേ അന്നത്തെ പോലെ വേജാറുള്ളൊരു യാത്ര ഇങ്ങോട്ടുണ്ടായിട്ടില്ല. കാരണം ഇതിങ്ങനെ നമ്മൾ വളർത്തുമല്ല. പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടില് അപ്പുറത്തൊരാൾ ഇപ്പുറത്തൊരാള്. എന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞ എന്താ പറയുക, ഉസ്താദേ മിഞ്ഞാന്ന് കുടുംബത്തിൽപ്പെട്ട ഒരാളെ പുലി കടിച്ചു വന്നിട്ട് ദ്വാരക്കണം. അപ്പൊ ഞാൻ അയാൾ പോയ ബേജാറല്ല, അപ്പൊ എന്റെ അവസ്ഥ എന്താവും എന്നുള്ള ബേജാറല്ല ഞാൻ ഇരിക്കണേ. അപ്പൊ മറ്റാൾ പറയും, അമ്മായി കാക്കാൻ ആന ചവിട്ടി കൊന്നിട്ട് ദ്വാരക്കണം. എന്നിട്ട് മൂന്നാമത്തെ ആൾ നിങ്ങൾ ബേജാറാകണ്ടട്ടാ. ഇതൊക്കെ കൂടി പറഞ്ഞാൽ പിന്നെ ബേജാറാവൂലേ? പിന്നെ നമ്മള് ബേജാറാകണ്ടട്ടാന്ന് അവർ പറഞ്ഞെന്താരോ, വാല് മോശമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബേജാറെ കൂടി കറന്നിട്ട് വാല്. അത് പോയി ഇടക്കിടക്ക് ഒരാളിങ്ങനെ പറയും, നിങ്ങൾ ബേജാറാകണ്ടോ, നിങ്ങൾ ബേജാറാകണ്ടോ. തീരെ ഉറങ്ങാതെ എൻ്റെ കൂടെയുള്ള കുട്ടികൾ പള്ളിയിൽ എത്തുന്നവരെ കണ്ണിന്റെ പോള ഉറങ്ങാത്തോണ്ട് ചീർത്ത് വീർത്ത് യാത്ര ചെയ്ത ഒരു രംഗമുണ്ടെങ്കിൽ അന്ന് രാത്രിയാണ്. മറ്റേ ഈറ്റിങ്ങൾ വേല കഴിഞ്ഞിട്ട് വണ്ടിക്കാണ്ട് കയറിയാൽ സീറ്റ് പൊളിന രൂപത്തിൽ കൂർക്കം വലിച്ച് ഉറങ്ങണ ആൾക്കാരെ ഒപ്പം കൂടുതൽ. പക്ഷെ അന്ന് ഞാൻ നോക്കുമ്പോ ഒക്കെ ഉണ്ട് ഇങ്ങനെ അട്ടന്റെ മുഖത്ത് 100 വെച്ചാൽ മതി. കാരണം ആനവന് കടുവിന് നോക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടിയിൽപ്പെട്ടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ നമുക്കൊക്കെ അറിയണാണ്. ഷാദുലിമാം കാട്ടു പോയപ്പോ കടുവയും പൂലിയും കരടിയൊക്കെ കൂടി ഇങ്ങനെ വന്ന് എന്താ ചെയ്തെന്നറിയോ? മരെ ഇതിനൊക്കെ പഠിക്കാൻ കുറെ ഉണ്ട്. ഷാദുലിമാം ഈ വന്യമൃഗ സങ്കേത കാട്ടിൽ നിന്ന് മൃഗങ്ങളൊക്കെ തന്റെ മുമ്പിലേക്ക് വാ തുറന്ന് പല്ല് കാണിച്ച്
കൂടി ഇങ്ങോട്ട് വന്നപ്പോ ഇമാം ഷാദുലി റളിയല്ലാഹു തആല അൻഹു കൊടുങ്കാടിന്റെ നടുവിൽ വെച്ചിട്ട് റസൂലുള്ളാഹിനെ മനസ്സിൽ വെച്ചിട്ടാണ് ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇങ്ങനെ സ്വലാത്തിന്റെ വചനങ്ങൾ അവരുടെ അന്നത്തെ ലഫ്ളുകൾ അനുസരിച്ചുകൊണ്ട് ചൊല്ലി. ഒരു കടുവയും ഒരു കരടിയും ഒരു പുലിയും ഒരു ആനയോ ഇമാം ഷാദുലിയെ തൊട്ടില്ല. കാട്ടിലുള്ള ക്ഷുദ്രജീവികളും വന്യമൃഗങ്ങളും കാട്ടുപോത്തുകളും ഷാദുലി ഇമാമിന്റെ കൂട്ടാളികളായി മാറി. ആ കാട്ടിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇമാം ഷാദുലിയോട് ആരോ ചോദിച്ചു, കൊടുങ്കാടിന്റെ നടുവിൽ വന്യമൃഗങ്ങളുടെ ഇടയിൽ പെട്ടപ്പോ രക്ഷപ്പെടാൻ നിങ്ങൾ മുത്തുനബിയുടെ മേലിലുള്ള സ്വലാത്ത് തന്നെ പിടിക്കാനുള്ള കാരണം എന്താണ് ശൈഖേ? മഹാനായ ഷാദുലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തത് ഈ ഹദീസാ. മൻ സല്ല അലയ്യ വാഹിദത സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും എന്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് 10 ഗുണം കൊടുക്കുമേ. എവിടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എവിടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കാട്ടിലും കൊടുക്കുന്നതാണ്, നാട്ടിലും കൊടുക്കുന്നതാണ്, മലമുകളിലും കൊടുക്കുന്നതാണ്, കടുവയുടെ മുമ്പിലും കൊടുക്കുന്നതാണ്, സിംഹത്തിന്റെ മുമ്പിലും കൊടുക്കുന്നതാണ്, അതെ ആകാശഗംഗയിൽ എത്തിയാലും കൊടുക്കുന്നതാണ്, ഖബറിലെത്തിയാലും കൊടുക്കുന്നതാണ്, സിറാത്തിലെത്തിയാലും കൊടുക്കുന്നതാണ്. അല്ല എവിടെ കൊടുക്കുമെന്ന് പറഞ്ഞില്ലെങ്കിൽ എവിടെയും കൊടുക്കാനുള്ള പ്ലാൻ ഉള്ളത് കൊണ്ടാ എവിടെയെന്ന് പറയാത്തത്. അപ്പോൾ എനിക്ക് കൊടുങ്കാടിന്റെ നടുവിലെത്തിയപ്പോൾ പുലികളെ കണ്ട്, കരടികളെ കണ്ടു, സിംഹങ്ങളെ കണ്ടുകൊണ്ട് വേജാറ് വന്നപ്പോൾ അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞ ഗുണങ്ങളിൽ ഒന്ന് കിട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. അതിനുള്ള സബബ് സ്വലാത്ത് തന്നെയല്ലേ? എന്റെ ഹബീബിന്റെ മേലിൽ സ്വലാത്തങ്ങ് ചൊല്ലിയപ്പോ പുലികൾ എന്റെ കൂട്ടുകാരായി, സിംഹങ്ങൾ എന്റെ കൂട്ടുകാരായി, ആനകൾ എന്റെ കൂട്ടുകാരായി. കാരണം ആനകൾക്കറിയാം, പുലികൾക്കറിയാം, കരടികൾക്കറിയാം, കടുവകൾക്കറിയാം. ഇത് അള്ളാന്റെ കാരുണ്യമായ ഐനുർ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ النبي حاضر علموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഇറങ്ങി വരുന്നതും ഉയർന്നു വരുന്നതും സമൂഹത്തിനിടയിൽ ഉടലെടുക്കുന്നതുമായ സകലമാന ഹലാക്ക് ബലായ് ദുരന്ത ദുരിതങ്ങളിൽ നിന്ന് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന സദ്ഗുണ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നബിയിൽ മുസ്തഫ. അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 10 മിനിറ്റ് 2 മിനിറ്റ് സൂറത്തുൽ ഇഖ്ലാസിലേക്ക് ഇതുവരെ കേട്ടത് മുമ്പും ഓർമ്മയുള്ളതുമായ ആശയങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ലയിക്കണം, ഞാനൊന്ന് മുറിഞ്ഞു വീഴണം. റെഡിയല്ലേ? 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 ഇന്നെല്ലത് ഏറുമോറത്തുക്കണം. ഇത് പുറത്തേക്ക് വിടുന്നത് മഹാനായ സയ്യിദ് നൂറുദ്ദീനങ്ങൾ, ക്യാമറ പിടിക്കുന്നത് മുഖലിസായ എൻ്റെ ആത്മസുഹൃത്ത് നാസർ, ഉദ്ഘാടനം ചെയ്തത് ആധ്യാത്മിക മേഖലയിൽ അള്ളാന്റെ ഹബീബിനെ മുന്നിൽ നിർത്തി ബദരീങ്ങളോടുള്ള ബന്ധം കൊണ്ടും ഔലിയാക്കളെ തവസ്സലാക്കിയിട്ടും ഒരുപാട് മാരക രോഗികളുടെയും മറാവ്യാധികളുടെയും ദാഹശമനിയായി എല്ലാവരും വന്ന് സ്നേഹിക്കുകയും ആവോളം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മഹാനായ സയ്യിദിന്റെ നാവുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ചാലക ശക്തി എൻ്റെ പ്രിയ സുഹൃത്തും അറിയപ്പെട്ട വാഗ്മിയുമായ MK എല്ലാം ഒത്തിട്ടുണ്ട്. ഇതിലാണെങ്കിലോ നെയ്യത്തിൽ മായില്ലാത്തൊരു സംഭവം. പലതിലും നെയ്യത്തിൽ മായ ഉണ്ടാവും. പിന്നെ പറയാനുള്ളത് അങ്ങനെയാണ് പറയുന്ന മാത്രം. എന്നോടിപ്പോ 2-3 ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോ മഹല്ല് സെക്രട്ടറി റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ജനങ്ങൾ നന്നാവുള്ള വേള വരാം, എല്ലാവരും ജമാഅത്തിന് വരണം, കുട്ടികളൊക്കെ തല തിരിഞ്ഞെടുക്കണം. ഈ ചെങ്ങായിന്റെ
തുണിയൊക്കെ നിര്യാണിക്കപ്പെട്ടാണ്, താടി മീശയും വരണ്ടിയും ചെയ്തത്. പ്രത്യേക രൂപത്തിൽ അവന്റെ മുടി. എന്നിട്ട് ഇപ്പൊ എന്നോട് ഇങ്ങനെ പറയാ, ഈ ശരീരത്തിൽ ജനങ്ങൾ ഉറച്ചിക്കണം, കുട്ടികളൊക്കെ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളായി മാറും, പള്ളിയൊക്കെ ഉണ്ട് നിറഞ്ഞിട്ടണം, നിങ്ങൾ അതിനെ പറ്റുന്നൊരു വാദം. ഞാൻ പോയപ്പോ ഹത്തീബിനോട് വെച്ച് ഈ പറഞ്ഞാളെ മട്ടം എന്താ വെച്ചാൽ അപ്പൊ പറഞ്ഞു, പാന്ന് കെട്ടി വലിച്ചാലും പള്ളിയൊക്കെ വരില്ല. പിന്നെന്താ, ഇതിങ്ങനെ ഒരു വർത്താനാണ് ഇപ്പൊ എല്ലാവർക്കും. അങ്ങനെ ഒരു വർത്താനം. ആരെ കണ്ടാലും ആഖിബത്ത് നന്നായി മരിക്കാൻ ദ്വാരക്കണം. അതാണ് അത്. ഒരാൾ കണ്ട് പറഞ്ഞു, അപ്പൊ ഓനും മഖ്റജ് ഒപ്പിച്ച് പഠിച്ചു. അപ്പൊ ഓനും പറയാം, ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ക്വാളിറ്റി നമ്മളെടുത്ത് ഉണ്ടാവണ്ടേ, അതിനാരും ദ്വാരക്കാൻ പറയില്ലല്ലോ. ഫിനിഷിംഗ് പോയിന്റ് നന്നാണെന്നപ്പോ എല്ലാരും പറയണത്. അല്ലാഹു തആല നമ്മളെ ഫിനിഷിംഗ് പോയിന്റ് നന്നാക്കി തെറ്റട്ടോ, നന്നാക്കി തെറ്റ അമീൻ പറയും. അല്ലാഹു ഫിനിഷിംഗ് പോയിന്റ് നന്നാക്കി തരാം. ആരും ഇനി നിസ്സാരപ്പെടുത്തുമ്പോൾ എപ്പോഴാ നന്നാന്ന് പറയാൻ പറ്റൂല, എപ്പോഴാ നന്നാന്ന് പറയാൻ പറ്റൂല. ആരും നിസ്സാരപ്പെടുത്തണ്ട. എന്നാ ഞമ്മക്ക് നന്നാവാൻ നല്ലൊരു വിഭവമാണ് ഈ ഒരു 10 മാസത്തെ ചർച്ചയിൽ വന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇന്ന് ഫിനിഷിംഗ് ലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഞാൻ ഒറ്റ സംഗതി ഇതിനോട് ചേർത്ത് വായിച്ചാൽ ഇതൊന്നും കൂടി നമുക്ക് ബോധ്യപ്പെടും. റെഡിയല്ലേ? ഒരു 5-8 മിനിറ്റ് ഇട്ട റെഡിയല്ലേ? ഒറ്റ പോക്ക്. ഇത് കണ്ട് കേട്ടാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് വിടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഉണ്ടാവോ? മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാന്റെ റസൂല് പറയാണ്, മിഅ്റാജിന്റെ രാത്രിയിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരുപാട് അനുഭവങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അർശിനെ ഞാൻ കണ്ടു 3,60,000 തൂണുകളാണ്. അർശിന് 3,60,000 തൂണുകൾ റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഓരോ തൂണുകൾക്കിടയിലും മരുഭൂമി കണക്കെ വിശാലതയുണ്ട്. ആ 3,60,000 തൂണുകളിൽ ഓരോ തൂണുകളെയും ചുറ്റിപ്പറ്റിയിട്ട് 80,000 മലക്കുകളുണ്ട്. 3,60,000 തൂണുകളിൽ ഓരോ തൂണുകളിലും ചുറ്റിപ്പറ്റി 80,000 മലക്കുകളെ ഞാൻ കണ്ടു. ഈ 80,000 മലക്കുകളും സദാ വായ തുറന്നുകൊണ്ട് അധരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ശ്രവിച്ചപ്പോൾ അവർ മുഴുവനോ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്നോട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, അവര് മുഴുവനും അങ്ങേക്ക് പടച്ചതമ്പുരാൻ ഇറക്കിയിട്ടുള്ള ഖുർആനിന്റെ 1/3 ഭാഗമായ സൂറത്തുൽ ഇഖ്ലാസ് സദാ പാരായണം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ റസൂല് നമ്മോട് പറയുകയാണ്, ഈ ഖുർആൻ ക്ലാസിന്റെ കീഴിൽ സദാ വളരെ അതബോടെ കാർക്കശ്യത്തോടെ എല്ലാ ക്ലാസ്സിലും നേരത്തെ വന്ന് പങ്കെടുക്കാൻ ഉത്സാഹം കാണിക്കുന്ന ഇതൊരൊറ്റ കുടുംബം പോലെ ആയ ഈ സദസ്സിലെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ഈ അവസാനത്തെ സംഭവം കൊണ്ട് ഈ വിശദീകരണത്തിന് ഞാൻ സീൽ വെക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയട്ടെ, അതാ ആ 80,000 മലക്കുകളല്ല, 3,60,000 തൂണുകളിൽ ഓരോ തൂണുകളിലും 80,000 മലക്കുകളാണ്. ഈ 80,000 മലക്കുകൾ ഓരോ തൂണിലും ഉണ്ടായി. 3,60,000 ഗുണിക്കണം 80,000 കൂട്ടിയാൽ എത്ര കോടിയാണോ കിട്ടുന്നത്? അത്രയും മലക്കുകൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാ. പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു മലക്കന്ന് ഉറക്കെ ദുആ ചെയ്യുകയാണ്, റബ്ബേ, ഞങ്ങളെല്ലാവരും ഓതിയ സൂറത്തുൽ ഇഖ്ലാസിന്റെ കൂലിയെ ഭൂമിയിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പതിവായി പാരായണം ചെയ്യുന്ന ഉമ്മത്ത് മുഹമ്മദിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നീ നൽകണേ അല്ലാ എന്ന് ആ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. അത്ഭുതായോ? അത്ഭുതായോ? ഇത് റസൂലുള്ളാഹി സഹാബാക്കളോട് ചോദിച്ചാട്ടെ, ഞങ്ങളോട് ചോദിച്ചല്ല. ഇതാണ്ട് കേട്ടപ്പോ സഹാബത്തിന്റെ കണ്ണക്കാണ്ട് കേറിയില്ലേ. കാരണം അവരിങ്ങനെ അമലിൽ ഒരുങ്ങിക്കല്ലേ, പുതിയത് കിട്ടിയാല് അത് യൂസ് ചെയ്യാൻ നിക്കല്ലേ. അപ്പൊ തങ്ങൾ ചോദിച്ചു, എന്താ അത്ഭുതം ഉണ്ടോ? അത്ഭുതല്ലേ? ഇത് അത്ഭുതല്ലേ? ഇല്ല, കഴിഞ്ഞു ഇല്ല, ഇടക്കൊന്നുണ്ടാണ്. ഇതുവരെ എങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് അത്ഭുതല്ലെങ്കിൽ ഏതാ അത്ഭുതോ? ഇത് അത്ഭുതല്ലെങ്കിൽ ഏതാ അത്ഭുതം എന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹ്. നാസറപ്പ തമാശ പറഞ്ഞിട്ടില്ലേ? ഒന്നും തമാശ പറഞ്ഞിട്ടന്നെ കേട്ടോ. ഇത് അത്ഭുതല്ലെങ്കിൽ ഏതാ അത്ഭുതം? അപ്പൊ കഴിഞ്ഞിട്ടില്ല. തലയിൽ ക്ലിക്കായിട്ടാണ് നിൽക്കണം. റൂഹ് പിരിയണ വരെ ഈ ഓർമ്മയിൽ നമ്മൾ ഇഖ്ലാസിന്റെ ആളുകളാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിന്റെ അത്ഭുത, ഇതിനേക്കാളും വലിയ അത്ഭുതം ഞാൻ പറഞ്ഞുതരാം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് ജിബ്രീലിന്റെ ചിറകിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സമദ് എന്നത് മീകായിലിന്റെ ചിറകിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ലം യലിദ് വലം യൂലദ് എന്നത് ഇസ്രാഫീലിന്റെ ചിറകിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നത് അസ്രായിലിന്റെ ചിറകിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നും കൂടി അത്ഭുതപ്പെട്ടെ. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഈ നാല് ആയത്തുകളുള്ള അധ്യായം പതിവാക്കുന്നവന് ഈ 4 മലക്കുകളുടെയും കൂലിയുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ. ഞെട്ടിത്തെറിച്ച് സഹാബാക്കൾ. അപ്പൊ ചോദിച്ചു, അത്ഭുതം ഉണ്ടോ? ഇല്ലാതെ നബിയേ. അപ്പ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് തൗറാത്തിലുണ്ട്, അല്ലാഹു സമദ് എന്ന് സബൂറിലുണ്ട്, ലം യലിദ് വലം യൂലദ് എന്ന് ഇൻജീലിലുണ്ട്, വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നത് വരെ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഈ 4 ആയത്തുകളുള്ള സൂറത്ത് ഒരാൾ പതിവാക്കിയാൽ അവന് തൗറാത്ത്, സബൂർ, ഇൻജീൽ, ഖുർആൻ പാരായണം ചെയ്ത കൂലിയുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. അത്ഭുതമുണ്ടോ? അതാ അങ്ങനെ ചോദിച്ചതന്നെയാണ്, അത്ഭുതമുണ്ടോ? നഅം യാ റസൂലല്ലാഹ്. അപ്പ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് എന്റെ സിദ്ദീഖിന്റെ നെറ്റിയിൽ അല്ലാഹു എഴുതി വെച്ചതാണ്. അല്ലാഹു സമദ് എന്നത് ഉമറുൽ ഫാറൂഖിന്റെ നെറ്റിയിൽ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. ലം യലിദ് വലം യൂലദ് എന്നത് ഉസ്മാന്റെ നെറ്റിയിൽ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നത് നമ്മളിതാ റമളാനിൽ നമ്മുടെ 1-ാമത്തെ ദിവസത്തെ പ്രമേയോ അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ എന്ന് റസൂലുള്ള പറഞ്ഞ മുത്തുനബിയുടെ ജാമാതാവായ വിജ്ഞാനത്തിന്റെ പട്ടണത്തിന്റെ വാതിലായ അലിയാരെ കുറിച്ചാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലൂടെ നിന്ന് തുടങ്ങട്ടെ. അള്ളാന്റെ റസൂല് പറയുകയാണ്, എന്റെ അലിയുടെ നെറ്റിയില് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഈ 4 ആയത്തുകൾ പതിവാക്കിയാൽ ഈ 4 ആളുകളുടെ കൂടെ സ്വർഗത്തിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനിയിപ്പോ അവിടെ ഒരു സംശയം ബാക്കി വരുമോ? ഞാൻ പറയാം, ഞാൻ സിദ്ദീഖുൽ അക്ബറിന്റെ നെറ്റിയിലെ വായിച്ചിട്ടില്ലല്ലോ എന്ന്. എഴുതിയിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന പറഞ്ഞിട്ടില്ല. അതിന്റെ കണ്ണുള്ള ആൾക്കാരുണ്ട്, ഓൽക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് 10:30 മണിയെ നിർത്താനായി. ഇത് എവിടേക്കും തീരൂല. ഇന്ന് ഇത് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചാലേ പുതിയ വിഷയം തുടങ്ങൂ എന്നതുകൊണ്ട് മാത്രം സൂറത്തുൽ ഇഖ്ലാസിനോട് തൽക്കാലം ചർച്ചയിൽ നിന്ന് വിട പറയുന്നു. പക്ഷെ തൗഹീദിൽ നിന്ന് നമുക്ക് ചർച്ച വിട പറയാൻ കഴിയില്ല. തൗഹീദാണ് നമ്മുടെ അസ്തിത്വം. അതുമായി ചുറ്റിക്കറങ്ങി ഓടി നടന്ന് പ്രബോധനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.